ബെഹ്റ ഒരു സ്ഥിരം കുറേ കാലമായിട്ട് ബെഹ്റ പാലം പണിയുന്ന ജോലിയാണ്. അത് പിണറായിയും മോഡിയായിട്ടുള്ള ആദ്യത്തെ പാലം പണി, ഇപ്പോൾ BJPയിലേക്കുള്ള പാലം പണി. മൂപ്പരുടെ സ്ഥിരം ജോലി പാലം പണിയലാണ്. അതിൻ്റെ ആലങ്കാരികമായിട്ടുള്ള പോസ്റ്റ് മാത്രമാണ് മെട്രോ ചെയർമാൻ. അല്ല, അതിൻ്റെ ബെഹ്റ ഞാൻ പറഞ്ഞല്ലോ, ബെഹ്റയ്ക്ക് സ്ഥിരം പാലം കിട്ടുന്ന ജോലിയാണ്. അതുകൊണ്ട് അങ്ങനെ പല പാലങ്ങളും അധികം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു പാലും അധികം നിലനിൽക്കില്ല എന്ന് പറയും. കെ കരുണാകരൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹമേ BJPയിൽ ചേരുമായിരുന്നു. കാരണം രാജ്യത്തിലെ കോൺഗ്രസ് നേതൃത്വം കെ കരുണാകരനോട് കാണിച്ചിട്ടുള്ള രീതി നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ കിങ് മേക്കറായിട്ട് അറിയപ്പെട്ടിരുന്ന കെ കരുണാകരൻ അവസാന കാലത്ത് കോൺഗ്രസിനകത്ത് ഒറ്റപ്പെട്ടു പോയത് നാം എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം വളർത്തി വലുതാക്കിയിട്ടുള്ള നേതാക്കന്മാർ അവർ അദ്ദേഹത്തോട് കാണിച്ചിട്ടുള്ള ചതി കേരളം കണ്ടിട്ടുള്ളതാണ്. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ നന്ദികേട് അതിനിരയായിട്ടുള്ള വ്യക്തി ശ്രീ കെ കരുണാകരനാണ്. അതുകൊണ്ട് അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പത്മജ വേണുഗോപാലിന്റെ കൂടെ BJPയിലേക്ക് അദ്ദേഹവും വരുമായിരുന്നു. കെ കരുണാകരന്റെ പൈതൃകവും പിതൃത്വവും ഒക്കെ മുരളീധരനും പത്മജയ്ക്കും എല്ലാം ഒരുപോലെയാണ്. സ്വാഭാവികമായിട്ടും പത്മജ വേണുഗോപാലൻ BJPയിലേക്ക് വരുമ്പോൾ കരുണാകരന്റെ പൈതൃകത്തിന്റെ ഒരു ഭാഗം BJPയിലേക്ക് കൂടി വരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ ചിത്രങ്ങളൊക്കെ ഉപയോഗിക്കും പത്മജയുള്ള സ്ഥലങ്ങളിൽ. പത്മജ വേണുഗോപാൽ ആ ചിത്രം ഉപയോഗിച്ചാൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ലല്ലോ. കാരണം പത്മജ വേണുഗോപാലിന്റെ പിതാവാണ്. പിതാവ് ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ടിട്ടുള്ളതല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും പത്മജ വേണുഗോപാൽ അവർ പോകുന്നിടത്തെല്ലാം അവരുടെ അച്ഛന്റെ പിതാവിന്റെ പേര് പറയും. പിതാവ് കേരളത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ പറയും. അതിപ്പോ ആർക്കും അവരെ തടയാനൊന്നും സാധിക്കില്ലല്ലോ. സ്വാഭാവികമാണ്. നമസ്കാരം. പയൻ ഡിബേറ്റിലേക്ക് സ്വാഗതം. പത്മജ വേണുഗോപാൽ BJPയിലെത്തിയതും വടകര, തൃശൂർ മണ്ഡലങ്ങളിലെ അപ്രതീക്ഷിത മാറ്റങ്ങളും തുടർചലനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ലീഡർ കെ കരുണാകരന്റെ പടം മോദിക്കൊപ്പം വെച്ച് പ്രചാരണം നടത്തിയ BJP കോൺഗ്രസ് ഫ്ലക്സ് കീറിയിട്ടും പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിക്കുന്നു. കരുണാകരൻ പൊതുസ്വത്ത് മുരളിക്ക് മാത്രമല്ല പത്മജയ്ക്കും ലെഗസിക്ക് അർഹതയുണ്ട്. ഇങ്ങനെ പോകുന്നു പ്രതികരണങ്ങൾ. ലീഡറെ വിട്ടുകൊടുക്കില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ. പത്മജയെയും ലീഡറുടെ പാരമ്പര്യത്തെയും BJPക്ക് അടിയറ വയ്ക്കാൻ കൂട്ടുനിന്നത് മുൻ DGPയും എല്ലാവരുടെയും വിശ്വസ്തനുമായ ലോക്നാഥ് ബെഹ്റയാണെന്ന് കെ മുരളീധരൻ തുറന്നു പറഞ്ഞതോടെ BJP-CPM രഹസ്യബന്ധം കൂടി കോൺഗ്രസ് ചർച്ചയാക്കുമ്പോൾ പയൻ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ലീഡറുടെ ലെഗസി സ്വന്തമാക്കാൻ BJPക്കാവുമോ? പയൻ ഡിബേറ്റിൽ കോൺഗ്രസ് വക്താവ് ശ്രീ ജിൻഡോ ജോൺ, BJP വക്താവ് ശ്രീ ശങ്കു ടി ദാസ്, CPM വക്താവ് ശ്രീ നിതിൻ കണിച്ചേരി, മാധ്യമപ്രവർത്തകൻ ശ്രീ അരുൺ ലക്ഷ്മൺ എന്നിവരാണ് ചേരുന്നത്. ശ്രീ അരുൺ ലക്ഷ്മൺ, ഈ രണ്ട് കാര്യങ്ങളും ഇപ്പോൾ ചർച്ചാ വിഷയമാണ്. ലോക്നാഥ് ബെഹ്റയാണോ പത്മജ വേണുഗോപാലിനെ അതുവഴി കെ കരുണാകരന്റെ ലെഗസിയെ BJPയിൽ എത്തിച്ചത്? ഇന്ന് കെ മുരളീധരൻ അത് തുറന്നു പറയുകയാണ്. ലോക്നാഥ് ബെഹ്റ പാലം പണിതുകൊണ്ടേയിരിക്കുകയാണ്. അത് CPMനെ മോദിയോട് അടുപ്പിക്കുക, അല്ലെങ്കിൽ പിണറായി വിജയനെ മോദിയോട് അടുപ്പിക്കുന്ന പാലമായിരുന്നു. ഇപ്പോൾ അത് BJPയിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യുന്ന പാലമാണെന്ന് എന്തെങ്കിലും വാസ്തവം ഇക്കാര്യത്തിലുണ്ടോ? ലോക്നാഥ് ബെഹ്റ ഇടനിലക്കാരനായി നിന്നിട്ടുണ്ടോ പത്മജ വേണുഗോപാലിനെ BJPയിൽ എത്തിക്കാൻ? മഞ്ജുഷ, പത്മജ വേണുഗോപാൽ കേരളത്തിൻ്റെ KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. അവർ മുകുന്ദപുരത്ത് ലോക്സഭയിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ 2 തവണ നിയമസഭയിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. KTDCയുടെ ചെയർപേഴ്സൺ ആയിരുന്നു. സർവോപരി കെ കരുണാകരൻ്റെ മകളാണ്. അപ്പോൾ അവർക്ക് സത്യം പറഞ്ഞു വെച്ചാൽ ലോക്നാഥ് ബെഹ്റനെ പോലത്തെ ഒരു IPS ഓഫീസറുടെ ആവശ്യം ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. BJPയിലേക്ക് അവർക്ക് പോകണം എന്നുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവർക്കിപ്പം BJP വന്ന സ്ഥിതിക്ക് വേറെയും പൊളിറ്റിക്കലായിട്ടുള്ള ലിങ്കും ഒക്കെ അവർക്ക് ഉപയോഗിക്കാം. പക്ഷേ ഈ IPS ഓഫീസേഴ്സ് വേണമെങ്കിൽ ചിലപ്പം ഒരു പരിധിവരെ നമ്മുടെ പ്രൊഫഷണൽ ആളുകൾ ഇവർക്കൊക്കെ ഒരുപാട് നെറ്റ്വർക്ക് ഉണ്ടാവും. എപ്പോഴും സ്വാഭാവികമായിട്ട് നെറ്റ്വർക്ക് ഉണ്ടാവും. ബെഹ്റ കേരള കാഡർ IPS ഓഫീസറായിരുന്നു. അദ്ദേഹം എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്നു. ആ കാലത്ത് തന്നെ കെ കരുണാകരൻ ചീഫ് മിനിസ്റ്ററായ സമയത്ത് വളരെ വ്യക്തിപരമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാളായിരുന്നു ലോക്നാഥ് ബെഹ്റ. അതുകൂടാതെ അദ്ദേഹം വളരെ നല്ല ഒരു ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്ന IPS ഓഫീസറായിരുന്നു. അയാൾ അദ്ദേഹം NIAയിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ അദ്ദേഹം ഇൻട്രോഗേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പോലും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ബെഹ്റയ്ക്ക് അങ്ങനെ ഒരു വലിയ വൈഡ് റേഞ്ച് ഓഫ് നെറ്റ്വർക്ക് ഉള്ള ഒരു IPS ഓഫീസറാണ് ലോക്നാഥ് ബെഹ്റ. അത് രാഷ്ട്രീയത്തിനുപരിയായിട്ട് എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ടും നല്ല ബന്ധം പുലർത്തുന്നയാളാണ് ലോക്നാഥ് ബെഹ്റ. ആര് ഭരിക്കുമ്പോഴും മേ ബി ആസ് എ പ്രൊഫഷണൽ ഓൾസോ ഈസ് ഗുഡ്, ഈ വാസ് ഗുഡ്. അങ്ങനെ ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന്. പക്ഷേ ആ നെറ്റ്വർക്ക്
ഉപയോഗിക്കാൻ സാധ്യതയില്ല എന്നും പറയാൻ പറ്റില്ല. കാരണം ആ നെറ്റ്വർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. കാരണം ബെഹ്റ ഇപ്പോൾ IPS ഒന്ന്, അദ്ദേഹം ഇപ്പം ഒരു കൊച്ചിൻ മെട്രോയുടെ MD ആണ്, കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പോസ്റ്റിംഗാണത്. അപ്പം അദ്ദേഹത്തിന് പത്മജ വേണുഗോപാലുമായിട്ട് വ്യക്തിപരമായിട്ട് വളരെ അടുപ്പമുള്ള ആളാണ്, എല്ലാവരും തുറന്ന് സമ്മതിക്കുന്ന കാര്യം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ കെ മുരളീധരൻ അങ്ങനത്തെ ഒരു ആരോപണം നേരിട്ട് ഉന്നയിച്ചു കഴിഞ്ഞു. അതായത് പിന്നെ ബെഹ്റ ആണ് ഇതിൻ്റെ മീഡിയേറ്റർ എന്ന്. നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. പക്ഷേ ബെഹ്റയ്ക്ക് അങ്ങനെ ഒരു ഇപ്പം നമ്മുടെ നാട്ടിൽ ഇൻ്റർനാഷണൽ ലെവലിൽ ട്രാക്ക് ടു ഡിപ്ലോമസി എന്നൊരു സാധനമുണ്ട്. ട്രാക്ക് ടു ഡിപ്ലോമസി, അതായത് ചിലപ്പോൾ പോലീസ് ഓഫീസേഴ്സ്, ചിലപ്പോൾ ഈവൻ ട്രേഡേഴ്സ്, ജേർണലിസ്റ്റുകൾ, ഇവരൊക്കെ കൺട്രീസ് തമ്മിലുള്ള ഇഷ്യൂസിലൊക്കെ സോൾവ് ചെയ്യാൻ വേണമെങ്കിൽ ഉപയോഗിക്കും. അത് ട്രാക്ക് 1 ഡിപ്ലോമസി വേണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഗവൺമെൻറ് ടു ഗവൺമെൻറ് ഇൻട്രാക്ഷൻ ആണെങ്കിൽ ട്രാക്ക് 2 ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ അറിയാത്ത ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ള പ്രൊഫഷണൽസിനെ ഉപയോഗിക്കും. അങ്ങനെ വേണമെങ്കിൽ അതിൻ്റെ ഒരു എന്താ അതിനെയാണ് മലയാളത്തിൽ പാലം എന്ന് പറയുന്നത്. പാലം എന്ന വാക്കിന് ഉപയോഗിക്കുന്നില്ലെങ്കിലും മിനിസ്ക്യൂൾ ആയിട്ടുള്ള അതിൻ്റെ ഒരു മൈനർ ഫോം വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. കാരണം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം അറിയാം. അപ്പം ഒരു ട്രസ്റ്റ് ഫാക്ടർ വരും. ആ ട്രസ്റ്റ് ഫാക്ടറിൽ പിന്നെ മറ്റുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർ പറഞ്ഞതിനെക്കാട്ടും ചിലപ്പോൾ നല്ലോണം അറിയുന്ന, ഇത്രയും കാലം ഒരു പോലീസ് സർവീസിൽ ഉണ്ടായിരുന്ന, കേരളത്തിൻ്റെ DGP ആയിരുന്ന, NIA വളരെ ക്രെഡിബിളായിട്ടുള്ള പോസ്റ്റിംഗ് ഉണ്ടായിരുന്ന ഒരാൾ പറയുമ്പം ചിലപ്പം കൂടുതൽ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാകാം. കാരണം ഹൗ ഷീ വിൽ ഡെലിവർ, അത് വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയിരിക്കുമല്ലോ. ഒരു പൊളിറ്റിക്കൽ പാർട്ടി, പ്രത്യേകിച്ച് BJP പോലെ 400 പാർ എന്നുള്ള ഒരു ഇലക്ഷൻ മോട്ടീവിൽ അല്ലെ ഒരു ഇലക്ഷൻ ക്യാമ്പയിനിലേക്ക് പോകുന്ന ഒരു പാർട്ടി, അത് 3ാമത്തെ പ്രാവശ്യം ജയിക്കുന്നല്ല, അത് 400 സീറ്റിന് മുകളിൽ ജയിക്കുമെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു പുതിയൊരാളെ എടുക്കുമ്പം, എത്ര വീക്കായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണെങ്കിലും ആ എടുക്കുമ്പം സ്വാഭാവികമായിട്ടും അവർ കുറേ ഒരു ഡ്യൂ ഡിലിജൻസ് നടത്തുമായിരിക്കും. ആ ഡ്യൂ ഡിലിജൻസിൽ ബെഹ്റയെ പോലത്തെ ആളുടെ സർവീസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ ഇവരെ പറ്റിയുള്ളൊരു ഇൻഫർമേഷൻ തേടുന്നത് തെറ്റൊന്നുണ്ടാവില്ല. പിന്നെ പേഴ്സണലി ഇവർ വ്യക്തിപരമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ് ലോക്നാഥ് ബെഹ്റ എന്ന്. ഇറ്റ്സ് ഓപ്പൺലി എവറിബഡി നോസ് ദാറ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ബെഹ്റയെ ഉപയോഗിക്കാൻ സാധ്യതയൊക്കെ ഉണ്ട്. പിന്നെ അല്ലാതെ തന്നെ പൊളിറ്റിക്കലായിട്ടും BJP നിർബന്ധമായിട്ടും പൊളിറ്റിക്കലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ടാകാം. പിന്നെ ഈ കേരള ലീഡർഷിപ്പ് തീരെ അറിയില്ല എന്നൊക്കെ പറയുന്നത് വെറുതെ പറഞ്ഞു. സുരേന്ദ്രൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേരള ലീഡർഷിപ്പിന് അത് അറിയാമായിരുന്നു. പുറത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു ഫൈൻ മോർണിംഗ് ഒരു പൊളിറ്റിക്കൽ ഓപ്പറേഷൻ നടക്കുമ്പം പുറത്ത് എല്ലാവരും അറിയില്ലല്ലോ. ഏതായാലും News 18 ആ സാധനം ബ്രേക്ക് ചെയ്തു, അത് സക്സസ്ഫുള്ളായി വരികയും ചെയ്തു. അപ്പോൾ അതിന് നിങ്ങൾക്കൊരു ക്രെഡിറ്റ് ഉണ്ട് കൃത്യമായിട്ട്. ബ്രേക്കിംഗ് ന്യൂസ്. ശരി ശ്രീ ജിൻഡോ ജോൺ, ഇപ്പോൾ ലോക്നാഥ് ബെഹ്റയുടെ പേര് പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഞാനത് പറയുന്നു എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം VD സതീശൻ ഒരു IPS ഓഫീസറാണ് ഇതിൽ ഇടനിലക്കാരൻ എന്ന് പറഞ്ഞു നിർത്തുകയായിരുന്നു. പക്ഷേ മുരളീധരൻ അത് കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ലോക്നാഥ് ബെഹ്റ. അത് ഈ ഒരു പാലത്തിന് ഹേതുവായി എന്നുള്ള കാര്യം അദ്ദേഹം വളരെ കളിയാക്കിക്കൊണ്ടുള്ള രീതിയിലാണ് ഇന്ന് സംസാരിച്ചത്. പക്ഷേ ഇങ്ങനെ ഈ പാലമാകുവാൻ നിന്നുകൊടുത്ത ഒരു സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെ അത് കോൺഗ്രസിൽ തുടർന്ന് പോകുവാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം പത്മജ വേണുഗോപാലിൻ്റെ ആഗ്രഹം അത് ലോക്നാഥ് ബെഹ്റയിലൂടെ സാധിച്ചെടുത്തു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുകയാണ്. ഈ ഒരു ലെഗസി, കെ കരുണാകരൻ്റെ പാരമ്പര്യം, അതുകൂടി ഉപയോഗപ്പെടുത്തുവാൻ BJP ശ്രമിക്കുകയാണ്. നിങ്ങൾ ഒരു ഫ്ലക്സ് കീറി, പക്ഷേ എത്ര ഫ്ലക്സ് കീറിയാലും ഈ ലെഗസി ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്, അത് പത്മജയിലൂടെ സാധ്യമാക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇന്ന് BJPക്കാരുടെ പ്രതികരണം. ജിൻഡോ. അല്ല മഞ്ജുഷേ, ഇതിൽ 2 കാര്യമാണ് താങ്കൾ പറഞ്ഞത്. ഒന്ന് BJP ലെഗസി അവകാശപ്പെടുന്നതും, 2 പത്മജ പോയതിൽ ലോക്നാഥ് ബെഹ്റയ്ക്കുള്ള സ്വാധീനവും. അതിൽ പത്മജയുടെ തന്നെ ഒരു ഇൻ്റർവ്യൂ ഞാൻ ഇന്ന് കണ്ടു. അതിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ലോക്നാഥ് ബെഹ്റയായിട്ട് ഞാൻ കണ്ടിട്ട് കുറേ കാലമായി, പക്ഷേ നമ്മുടെ ഡോക്ടറായിട്ട്, അതായത് പത്മജയുടെ ഹസ്ബൻഡായിട്ട് നിരന്തരം വിളിക്കുമ്പോൾ ഒരു കാര്യം പറയും, ചേച്ചിയെ ഞാൻ കൊണ്ടുപോകാൻ നോക്കുന്നില്ല, ചേച്ചിക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാഴ്ചപ്പാടുള്ള ആളാണ്, അതുകൊണ്ട് ഞാൻ ശ്രമിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ലോക്നാഥ് ബെഹ്റ പലവട്ടം അത് ശ്രമിച്ചു എന്നല്ലേ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് എൻ്റെ വാചകമൊന്നുമല്ല, ഒരു മാധ്യമപ്രവർത്തനോട് പത്മജ വേണുഗോപാൽ തന്നെ പറഞ്ഞിട്ടുള്ള വാചകങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഇവിടെ സ്വാധീനിക്കപ്പെട്ടു എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. പത്മജ വേണുഗോപാലിന് അവർ അർഹിക്കുന്നതിനേക്കാൾ കൂടിയ പ്രാധാന്യവും മറ്റ് സംവിധാനങ്ങളൊക്കെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം കെ കരുണാകരൻ എന്ന പറഞ്ഞ കേരളത്തിലെ കോൺഗ്രസിനെ പടുത്തുയർത്തിയ വളർത്തിയ നേതാവിൻ്റെ മകളായതുകൊണ്ട് മാത്രമാണ്. അവർ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് വലിയ സേവനം ചെയ്തതുകൊണ്ട് മാത്രമല്ല. പക്ഷേ അത് മറന്നുകൊണ്ട് അവർ പോകുമ്പോൾ അവർ പോയതിൻ്റെ കാരണങ്ങൾ ഒന്നുകിൽ ഭീഷണിയാകാം, അല്ലെങ്കിൽ പ്രലോഭനമാകാം. നമ്മൾ മനസ്സിലാക്കുന്ന ഭീഷണി മറ്റു പല സംസ്ഥാനങ്ങളും നടക്കുന്നത് പോലെ ED പോലെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ നിന്ന് നേരിടുന്ന ഭീഷണിയാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രലോഭനം കൊണ്ടായിരിക്കാം. പക്ഷെ അവരതിന് സ്വാധീനത്തിന് വഴിപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കുറവ് തന്നെയാണ്. ഇത്രയും വർഷം കോൺഗ്രസിനകത്ത് പ്രവർത്തിച്ചിട്ടും കോൺഗ്രസിൻ്റെ ഒരു കൾച്ചർ മനസ്സിലാകാതെ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഒരു കുറവ് തന്നെയാണ്. ലോക്നാഥ് ബെഹ്റയല്ല, ആര് പാലം
പണിക്ക് വന്നാലും ആ പാലത്തിന് കൈവരി തീർത്ത് ആ പാലത്തിനകത്തോടെ കയറി നടക്കുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഇൻഡിവിജ്വൽ ജിൻഡോ, ഇതിലൂടെ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ ലോക്നാഥ് ബെഹ്റയുടെ പേര് പറയുന്നതിലൂടെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ സമർത്ഥിക്കുവാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. CPM-ന് ഇതിലുള്ള ഇടപെടൽ അതുകൂടി ഉദ്ദേശിക്കുന്നുണ്ടല്ലോ. CPM-ഉം ഇതിന് പിന്നിൽ ചരട് വലിച്ചിട്ടുണ്ട് എന്ന്. കാരണം ലോക്നാഥ് ബെഹ്റയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടും നല്ല ബന്ധമാണുള്ളത്. ഇപ്പോൾ മെട്രോയുടെ MD ആയിട്ടിരിക്കുന്നത് ലോക്നാഥ് ബെഹ്റയാണ്. അപ്പോൾ ഇതൊക്കെ പരസ്യമായ കാര്യങ്ങളാണ്, ലോക്നാഥ് ബെഹ്റയ്ക്കുള്ള രാഷ്ട്രീയ ബന്ധങ്ങൾ. അപ്പോൾ മുരളീധരന്റെ ഈ വാക്കുകളും VD സതീശൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞതുമൊക്കെ CPM-ലേക്ക് കൂടി അടുപ്പിക്കുന്നതാണ് അല്ലേ? തീർച്ചയായിട്ടും മഞ്ജുഷ, അതിലൊന്നൊരു സംശയമില്ല. കാരണം ലോക്നാഥ് ബെഹ്റയ്ക്ക് അദ്ദേഹം DGP സ്ഥാനത്ത് നിന്ന് റിട്ടയർമെന്റ് ആയതിനു ശേഷം വലിയ സ്ഥാനങ്ങൾ കൊടുത്ത് അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയാം. മോൻസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിന്റെ DGP എത്രത്തോളം ആക്ഷേപിക്കപ്പെട്ടു, ആ സ്ഥാനം എത്രത്തോളം ആക്ഷേപിക്കപ്പെട്ടു, എന്നിട്ട് പോലും ലോക്നാഥ് ബെഹ്റയ്ക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പിണറായി സർക്കാർ തയ്യാറായിരുന്നില്ല. മാത്രമല്ല, റിട്ടയർഡായ IAS IPS ഉദ്യോഗസ്ഥർ ഏകദേശം 20-22 ആളുകൾക്ക് വീണ്ടും നിയമനം കൊടുത്തുകൊണ്ട്, ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിയമനം കൊടുത്തുകൊണ്ട് അവർക്ക് പഴയ ശമ്പളത്തിൽ തന്നെ അവരെ നിലനിർത്തുന്ന ഒരു സംസ്കാരം കൂടി ഈ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരുണ്ട്. അപ്പോൾ ലോക്നാഥ് ബെഹ്റ എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെയും നരേന്ദ്രമോദിയുടെയും ഒരേ സമയം രണ്ട് കൂട്ടരുടെയും മനസാക്ഷി സൂക്ഷിപ്പിക്കാറാണ്. ശ്രീ എമ്മിനെ പോലെ തന്നെ പാലം പണിയിൽ നല്ല കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്നും മടുപ്പ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അവഗണന അനുഭവിക്കുന്നുണ്ടെങ്കിൽ, കേരളത്തിലെ വലിയ പാർട്ടിയായിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസിനോട് നേരിട്ട് ഏറ്റുമുട്ടുന്ന അധികാരത്തിലിരിക്കുന്ന പാർട്ടിയായിട്ടുള്ള CPM-ലേക്ക് പോകാതെ കേരളത്തിൽ തുച്ഛം സാന്നിധ്യമുള്ള, കേരളത്തിൽ ഒരു കാരണവശാലും മത്സരിച്ചാൽ പത്മജയ്ക്ക് പോലും ജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരു അഡ്രസ് ഉള്ള ഒരു പാർട്ടിയിലേക്ക് BJP-ലേക്ക് പോകാൻ കാരണം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് കേവലം പോകുന്നതിന്റെ തലേ ദിവസം പോലും അവർ പറയുന്നത് BJP-ലേക്ക് പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. അതിന് 3 ദിവസം മുമ്പാണ് അവർ പ്രതാപനോടൊപ്പം TM പ്രതാപനോടൊപ്പം റാലിയിൽ പങ്കെടുത്ത് പ്രസംഗിക്കുന്നത്. അവർ നിരന്തരം BJP-ക്കെതിരെ പ്രസ്താവനകൾ നടത്തുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ BJP-ലേക്ക് ചേക്കാനുള്ള രാഷ്ട്രീയ ചേതോവികാരം എന്താണെന്ന് ചോദിച്ചാൽ അത് ലോക്നാഥ് ബെഹ്റയെ പോലെയുള്ള പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടുള്ള ഒരു IPS ഉദ്യോഗസ്ഥന്റെ പ്രത്യേക താല്പര്യം സ്വാധീനത്തിൽ വഴങ്ങിക്കൊണ്ടാണ് BJP-ലേക്ക് പോയത്. എന്താണ് വഴങ്ങാനുള്ള കാരണമെന്ന് വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരും. ഇനി രണ്ടാമത്തെ ചോദ്യം താങ്കൾ ഉന്നയിച്ചത്, BJP-ക്കാർ കരുണാകരന്റെ ലെഗസി അവകാശപ്പെടുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോയ കരുണാകരനെ തടഞ്ഞു നിർത്തി അദ്ദേഹത്തിന്റെ ഉടുമുണ്ടഴിക്കാൻ നോക്കിയ BJP നേതാക്കന്മാര് അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞിട്ട് വേണം ലെഗസി അവകാശപ്പെടാൻ. BJP ഒരുപാട് ആളുകളുടെ ലെഗസി അവകാശപ്പെടുന്നുണ്ട്. അവര് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധിയെ കൊന്നുകളഞ്ഞ ആളുകൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ആളുകളായിരുന്നു അവരൊക്കെ. സംഘപരിവാർ സംഘടനകളും BJP-യും RSS ഒക്കെ. മഹാത്മാഗാന്ധി അവരെ ഏറ്റെടുത്തു, സർദാർ വല്ലഭായ് പട്ടേലിനെ ഏറ്റെടുത്തു, അംബേദ്കറെ ഏറ്റെടുത്തു, സുഭാഷ് ചന്ദ്രബോസിനെ ഏറ്റെടുത്തു. ഇവരൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ BJP-യുടെ രാഷ്ട്രീയ തത്വശാസ്ത്രത്തോട്, സംഘപരിവാർ രാഷ്ട്രീയത്തോടൊക്കെ എക്കാലവും എതിർത്ത് പോരാടിയിരുന്ന ആളുകൾ, ജീവിതം കൊണ്ടും അവരുടെ രാഷ്ട്രീയ പ്രവർത്തന ചരിത്രം കൊണ്ടും. പക്ഷെ ആ ലെഗസിയൊക്കെ അവകാശപ്പെടുന്ന പോലെ തന്നെ കരുണാകരന്റെ മകളെ കൊണ്ടുപോയത് കൊണ്ട് മാത്രം കരുണാകരന്റെ ലെഗസി BJP-ക്ക് കിട്ടുമെന്ന് അവർ തെറ്റിദ്ധരിക്കരുത്. ഇത് കേരളമാണ്. കേരളത്തിലെ ലെഗസി BJP-ക്കാർക്ക് സ്വന്തമായിട്ട് കേരളത്തിൽ അവർ വളർത്തിയെടുത്ത ഓരോ അജൗകാലിനെ പോലെയോ അല്ലെങ്കിൽ മാരാർജിയെ പോലെയുള്ള അവരുടെ സ്വന്തം നേതാക്കന്മാരുടെ ലെഗസി അവകാശപ്പെട്ടുകൊണ്ട് അവർക്ക് പ്രവർത്തിക്കാൻ പാടില്ലേ? ഇപ്പോഴും അവർ കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയിൽ നിന്ന് വരുന്ന മുതിർന്ന നേതാക്കന്മാരുടെ ചരിത്രമുള്ള, പാരമ്പര്യമുള്ള, രാഷ്ട്രീയത്തിൽ നെടുനായകത്വം വഹിച്ചിട്ടുള്ള നേതാക്കന്മാരുടെ ലെഗസി അവകാശപ്പെടുന്ന അത്രത്തോളം രാഷ്ട്രീയ പാപ്പരത്വമാണ് കേരളത്തിലെ BJP. അതിനുള്ള മറുപടി ശങ്കുറ്റിദാസ്, പത്മജ വേണുഗോപാലിനെ കൊണ്ടുവരുന്നത് പത്മജയെ കൂട്ടി എന്തോ വലിയ കാര്യം നേടുന്നതിന് വേണ്ടി അല്ലല്ലോ. അവിടെ സ്വാഭാവികമായിട്ടും കരുണാകരൻ എന്ന കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുടെ ആ ഒരു പാരമ്പര്യം അവകാശപ്പെടുക എന്നത് തന്നെയായിരുന്നുവല്ലോ. അത് BJP-യുടെ സമുന്നത നേതാക്കൾ പറയുന്നുമുണ്ട്. എന്താണ് അതിൽ കുഴപ്പമെന്ന്? അതിനുള്ള മറുപടിയാണ് ജിൻഡോ ഇപ്പോൾ നൽകിയത്. ശങ്കു, നമുക്ക് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റത്തിന്റെ സൂചനയാണ് പത്മജ വേണുഗോപാലിനെ പോലെയുള്ള ആളുകൾ പോലും BJP-യിലേക്ക് വരുന്നത്. പത്മജ വേണുഗോപാൽ മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാന നേതാക്കളായിരുന്ന 2 പ്രധാന മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ BJP-യിലേക്ക് വന്നിട്ടുണ്ട്. AK ആന്റണിയുടെ മകനായിട്ടുള്ള അനിൽ ആന്റണി ആണെങ്കിൽ അദ്ദേഹം ഇന്ന് BJP-യുടെ നാഷണൽ സ്പോക്സ് പേഴ്സൺ ആണ്. അദ്ദേഹം പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയാണ്. കരുണാകരൻ കോൺഗ്രസിന്റെ മറ്റൊരു ടോൾ ആയിട്ടുള്ള ലീഡറായിരുന്നു. അദ്ദേഹത്തിന്റെ മകളും ഇന്ന് BJP-യിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് കാണിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ കുടുംബങ്ങൾ പോലും ഇന്ന് BJP-യാണ് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനായിട്ട് കണക്കാക്കുന്നത്. കോൺഗ്രസ് ഒരു സാധ്യതയുള്ള പാർട്ടിയായിട്ട്, ഭാവിയിലേക്കുള്ള ഒരു പാർട്ടിയായിട്ട് ഇവരുടെ മുതിർന്ന നേതാക്കളുടെ കുടുംബാംഗങ്ങൾക്ക് പോലും അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇതൊരു ട്രെൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. കരുണാകരൻ ആരായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കരുണാകരൻ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്നു. കരുണാകരനെ BJP-ക്ക് ക്ലെയിം ചെയ്യാൻ അദ്ദേഹത്തിന്റെ അവകാശപ്പെടാനൊന്നും സാധിക്കില്ല. പക്ഷെ കരുണാകരന് കോൺഗ്രസിനുള്ളിൽ സംഭവിച്ചത് എന്താണ്? BJP-ക്ക് കരുണാകരന്റെ ലെഗസി അവകാശപ്പെടുന്നത്
അവകാശപ്പെടാൻ സാധിക്കുമെന്ന് കോൺഗ്രസ്സുകാർ പറയുമ്പോൾ കോൺഗ്രസ് എന്താണ് കെ കരുണാകരനോട് ചെയ്തത്? കെ കരുണാകരന്റെ ലെഗസി അവകാശപ്പെടാനുള്ള അധികാരം കോൺഗ്രസിനുണ്ടോ എന്നുള്ളതാണ്. കാരണം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ തന്നെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ച 1967 തെരഞ്ഞെടുപ്പിൽ കെ കരുണാകരൻ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അന്ന് കേവലം 9 MLA മാർ മാത്രമാണ് നിയമസഭയിൽ കോൺഗ്രസിന് ഉണ്ടായിരുന്നത്. ആ പാർട്ടിയെ ഒരു വലിയ ശക്തിയുള്ള പാർട്ടിയാക്കി മാറ്റുന്ന, EMS മന്ത്രിസഭയെ തന്നെ പിളർത്തുന്ന, പിന്നീട് അച്യുതമേനോനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു മന്ത്രിസഭ രൂപീകരിക്കുന്ന, പിന്നീട് ഒറ്റയ്ക്ക് അധികാരത്തിലേറാൻ ശേഷിയുള്ള ഒരു പാർട്ടിയാവുന്ന UDF എന്ന് പറയുന്ന ഒരു മുന്നണി തന്നെ കെട്ടിപ്പടുക്കുന്ന കെ കരുണാകരനോട് അദ്ദേഹത്തിന്റെ അവസാന കാലത്തിൽ എന്താണ് കോൺഗ്രസ് ചെയ്തത്? അദ്ദേഹത്തിന്റെ അത്രയും കാലത്തെ ജീവിതം അർഹിച്ചിരുന്ന ആദരവോട് കൂടിയിട്ടുള്ള ഒരു വിരമിക്കലാണോ, ഒരു മരണമാണോ അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് ലഭിച്ചത്? അദ്ദേഹം എന്താ പറയാ, അത്രയും കാലം കോൺഗ്രസിന് ചെയ്തു കൊടുത്തിട്ടുള്ള ആ സ്തുത്യർഹമായിട്ടുള്ള സേവനങ്ങൾക്ക് നന്ദിപൂർവകമായിട്ടുള്ള ഒരു മറുപടിയാണോ കോൺഗ്രസിൽ നിന്ന് കിട്ടിയത്? തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ അവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. കാരണം 1992 നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ വലിയൊരു അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് ജീവൻ രക്ഷപ്പെട്ടു വന്ന കരുണാകരനെ പിന്നീട് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മുതലെടുത്തുകൊണ്ട് കോൺഗ്രസിനുള്ളിൽ നിന്ന് പുകച്ച് പുറത്തു ചാടിക്കാൻ നടത്തിയിട്ടുള്ള ഉപജാപങ്ങൾ എത്രയാണ്? അദ്ദേഹം 1995 മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ നിർബന്ധിതനാവുന്നത് എങ്ങനെയാണ്? അന്ന് എങ്ങനെയാണ് PV നരസിംഹറാവുവിന്റെ ദൂതനായിട്ട് GK മൂപ്പനാർ കേരളത്തിൽ വന്നുകൊണ്ട് കരുണാകരനോട് രാജിവെക്കാൻ ആവശ്യപ്പെടുന്നത്? അതിന് പകരമായിട്ട് കേന്ദ്രമന്ത്രിസഭയിൽ ഇൻഡസ്ട്രിയൽ വകുപ്പ് മന്ത്രിയുടെ, വ്യവസായ വകുപ്പ് മന്ത്രിയുടെ സ്ഥാനം കൊടുക്കുന്നത്? ആ വകുപ്പ് ഏറ്റെടുത്തുകൊണ്ട് ഡൽഹിയിലേക്ക് പോയ കരുണാകരൻ തന്റെ ശക്തി കേന്ദ്രമായിരുന്ന തൃശ്ശൂരിൽ 1996 മത്സരിക്കുമ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കേവലം 1480 വോട്ടുകൾക്ക് കരുണാകരൻ സ്വന്തം ശക്തി കേന്ദ്രത്തിൽ പരാജയപ്പെടുന്നത്. അന്ന് ജയിച്ചിട്ടുണ്ടെങ്കിൽ ലോക്സഭയിലെ പാർലമെന്ററി പാർട്ടി നേതാവാകേണ്ട ആളായിരുന്നു കെ കരുണാകരൻ. അതില്ലാതെ സ്വന്തം പാർട്ടി എങ്ങനെയാണ് അദ്ദേഹത്തെ വെട്ടിയത്? പിന്നീട് അങ്ങോട്ട് കേരള രാഷ്ട്രീയത്തിൽ ഒരു അപ്രസക്തനായ, കോൺഗ്രസിനുള്ളിൽ തന്നെ വിമതനായ, റിബലായ, തന്റെ സ്ഥാനത്തിന് വേണ്ടി, തന്റെ പദവിക്ക് വേണ്ടി, തന്റെ ബഹുമാന്യതയ്ക്ക് വേണ്ടി കോൺഗ്രസ് നേതൃത്വത്തോട് നിരന്തരമായിട്ട് പോരടിക്കുന്ന, ഒടുവിൽ 2005 ആരാലും വേണ്ടാത്തവനായിട്ട് അവസാനം പാർട്ടി ഉപേക്ഷിച്ച് പുറത്തേക്ക് പോകുന്ന, ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് കരുണാകരൻ എന്ന പേരിൽ പുതിയൊരു പാർട്ടി രൂപീകരിക്കുന്ന, ആ പാർട്ടിക്ക് ശേഷം പിന്നീട് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന NCP-യിലേക്ക് പോകുന്ന, അവസാനം അശക്തനായി, ഒരുപക്ഷെ ആലംബഹീനനായി, അഭയാർത്ഥിയായിട്ട് അവസാനം കോൺഗ്രസിലേക്ക് മടങ്ങി വരേണ്ട ഗതികേടിൽ വന്നിട്ടുള്ള ഒരു കരുണാകരന്റെ ലെഗസി ഇവിടെ ഉണ്ട്. ആ കരുണാകരനോട് കോൺഗ്രസ് എന്താണ് ചെയ്തത്? ഇപ്പൊ പറയുന്നു കരുണാകരന്റെ ചിത്രം BJP-ക്കാർ പോസ്റ്ററിൽ ഉപയോഗിക്കുന്നത്. വേണ്ട, BJP-ക്കാർ പോസ്റ്ററിലൊന്നും ഉപയോഗിക്കുന്നില്ല, കോൺഗ്രസ് ഉപയോഗിക്കാറുണ്ട് അവരുടെ പോസ്റ്ററിൽ. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് കരുണാകരന്റെ ലെഗസി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോൺഗ്രസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനം പറയാൻ കഴിയുമോ? അദ്ദേഹത്തിന്റെ ചരമദിനം അവർ ആചരിക്കാറുണ്ടോ? അദ്ദേഹത്തിന് മാന്യമായിട്ടുള്ള ഒരു സ്മാരകം നിർമ്മിച്ചിട്ടുണ്ടോ? ബജറ്റിൽ വകയിരുത്തിയിട്ടതാണ് കരുണാകരന്റെ സ്മാരകം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഖ്യ. ആ സംഖ്യയിൽ മാന്യമായിട്ട് ഒരു സ്മാരകം നിർമ്മിച്ച് കരുണാകരന്റെ ഓർമ്മ നിലനിർത്താനുള്ള ഒരു പ്രവർത്തനം അവർ ചെയ്തിട്ടില്ല. കരുണാകരന്റെ അന്ത്യവിശ്രമ കേന്ദ്രം ഇപ്പോഴും കുടികൊള്ളുന്നത് Muരളീധരന്റെ സ്വകാര്യ വസതിയിലാണ്, മുരളി മന്ദിരത്തിലാണ്. നാളെ മുരളീധരൻ പാർട്ടി മാറിയിട്ട് ഒറ്റ കോൺഗ്രസ്സുകാരനകത്ത് കാലുത്തരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ കേന്ദ്രത്തിൽ പോയിട്ട് ഒരു പുഷ്പാർച്ചന നടത്താൻ പോലും സാധിക്കില്ല. കാരണം അത് കോൺഗ്രസിന്റെ ഒരു പൊതുസ്വത്താക്കി മാറ്റാൻ, കോൺഗ്രസിന്റേതായിട്ടുള്ള ഒരു സ്മാരക മന്ദിരം നിർമ്മിക്കാൻ പോലും ഇവർ തയ്യാറായിട്ടില്ല. ഇവര് പൂർണ്ണമായി മറന്നു കളഞ്ഞ്, ഇവര് പൂർണ്ണമായി ഉപേക്ഷിച്ച, ഒരു ഘട്ടത്തിൽ പാർട്ടിയെ കെട്ടിപ്പടുത്തതിന്റെ യാതൊരു നന്ദിയും കടപ്പാടും ഇവർ കാണിക്കാൻ. കോൺഗ്രസ്സുകാർക്ക് എന്ത് ലെഗസി അവകാശപ്പെടാനുണ്ട് എന്നാണ് അദ്ദേഹം കരുണാകരന്റെ ചരിത്രത്തിലൂടെ കടന്നു പോയിക്കൊണ്ട് പറയുന്നത്. ജിൻഡോ ശംഖുവിനുള്ള മറുപടി. ഒറ്റ ചോദ്യം കൂടി. അതായത് കെ കരുണാകരന്റെ ലെഗസി ഇവർ അവകാശപ്പെടുന്നത് അവരുടെ പാർട്ടിയിൽ ഇപ്പോഴും തുടരുന്ന കെ മുരളീധരനെ കൊണ്ടാണെങ്കിൽ മകൻ വഴിക്കുള്ള ലെഗസി മകൾ വഴിക്കും വരും. അതല്ലാതെ കെ കരുണാകരന്റെ മകളെ അല്ല എന്ന് പ്രസ്താവിക്കാനുള്ള അധികാരം കോൺഗ്രസ്സുകാർക്കില്ല. ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ പത്മജ വേണുഗോപാലിനെ പറ്റി പറഞ്ഞത് ഏറ്റവും ഹീനവും നെറുകെട്ടതും കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു വനിതയെ പറ്റി പറയാത്തതുമായിട്ടൊരു മറുപടി. അതിനുശേഷം ഇതിലേക്ക് പോകാം. ജിൻഡോ മറുപടി എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തെ കരുണാകരന്റെ ഭാര്യയെ പോലും അപമാനിക്കുന്ന പ്രസ്താവനയായിരുന്നു അത്. അത്രയും BJP-യുടെ പ്രതിനിധി പറഞ്ഞ പോലെ ഈ കോൺഗ്രസിലെ ഉൾപാർട്ടി ജനാധിപത്യ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോടൊന്നും ഞാൻ കാര്യമായിട്ട് നിഷേധിക്കുന്നില്ല. കാരണം മുൻപ് നടന്ന ചരിത്രത്തെ കുറിച്ചിട്ട് നമ്മൾ തർക്കിച്ച് സമയം കളയേണ്ട കാര്യമില്ല. കരുണാകരൻ കോൺഗ്രസിനകത്ത് ഒരു വലിയ നേതാവായിരുന്നു. അദ്ദേഹത്തിനെതിരായിട്ട് ഒരു ആളുകളുണ്ടായിരുന്നു, പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്, അദ്ദേഹം രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പാർട്ടിയെ ഒരു കാലത്ത് നയിച്ചിരുന്ന നേതാവ് തന്നെയായിരുന്നു. അക്കാര്യത്തിലൊന്നും ഒരു സംശയവും വേണ്ട ആർക്കും. അത് നിങ്ങൾ പറഞ്ഞ വാദങ്ങളോടൊന്നും ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ അതിലുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയോ? കരുണാകരൻ ഇങ്ങനെ പോരാട്ടങ്ങൾ നടത്തുമ്പോൾ കരുണാകരനോട്
കേരളത്തോട് നീതികേട് കാണിച്ചു എന്ന് താങ്കൾ പറയുന്ന ഘട്ടത്തിൽ പോലും BJPയുടെ നിലപാട് എന്തായിരുന്നു കേരളത്തിൽ? BJP ഏതെങ്കിലും ഘട്ടത്തിൽ കരുണാകരനെ അനുകൂലിച്ചിട്ടുണ്ടോ? കരുണാകരൻ ഏതെങ്കിലും ഘട്ടത്തിൽ BJPയെ സാഹൂതം പുലുകിയിട്ടുണ്ടോ? BJPയെ സ്വാഗതം ചെയ്തിട്ടുണ്ടോ? BJPയോടൊപ്പം നിൽക്കാൻ തയ്യാറായിട്ടുണ്ടോ? കരുണാകരൻ കോൺഗ്രസിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ പോലും കരുണാകരൻ സ്വന്തമായിട്ടൊരു പാർട്ടിയായിട്ട് മാറി നിൽക്കുക ചെയ്ത്, അല്ലാതെ BJPയിലേക്ക് ചേക്കേറിയില്ല പത്മജയെ പോലെ. നിങ്ങൾ പറഞ്ഞല്ലോ പത്മജയ്ക്ക് ലെഗസി ഉണ്ടെന്ന്. മുരളീധരനെ പോലെ തന്നെ ലെഗസി എന്ന് പറഞ്ഞാൽ ഒരു അച്ഛന്റെ മകളായിട്ടോ മകനായിട്ടോ ജനിക്കുന്നത് മാത്രമല്ല ലെഗസി. കരുണാകരൻ കോൺഗ്രസിൽ നിന്ന് പടവെട്ടി പുറത്തു പോയപ്പോൾ കരുണാകരനോടൊപ്പം DICയിലേക്ക് പോവുകയും NCPയിലേക്ക് പോവുകയും ചെയ്ത, കരുണാകരനോടൊപ്പം മുഴുവൻ സ്ഥലത്തും യാത്ര ചെയ്ത, അനുധാവനം ചെയ്ത നേതാവാണ് K മുരളീധരൻ. അങ്ങനെ നോക്കുവാണെങ്കിൽ പൊളിറ്റിക്കൽ ലെഗസി ഏറ്റവും കൂടുതൽ അവകാശപ്പെടാവുന്നത് K മുരളീധരന് തന്നെയാണ്. ഇനി രണ്ടാമത് നിങ്ങൾ പറഞ്ഞു കരുണാകരനോട് നന്ദി സൂചകമായിട്ട് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. ഞാൻ പൂർത്തിയാക്കട്ടെ. നിങ്ങൾ ഈ അദ്വാനിയോടും മുരളി മനോഹർ ജോഷിയോടും ഇന്ന് നരേന്ദ്രമോദിക്ക് BJPയുടെ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കാൻ അവസരമൊഴിക്കാൻ രഥയാത്ര നടത്തിയ മറ്റേ അദ്വാനി മുരളി മനോഹർ ജോഷിയോടും ചെയ്ത അത്രത്തോളം വലിയ നന്ദികേടൊന്നും കരുണാകരനോട് ഈ പാർട്ടിയിൽ ആരും ചെയ്തിട്ടില്ല. കരുണാകരന്റെ ഓർമ്മ എല്ലാ വർഷവും ഡിസംബർ 23 പാർട്ടിയിലെ മുഴുവൻ മണ്ഡലം ബൂത്ത് കമ്മിറ്റി തുടങ്ങി KPCC വരെ ആചരിക്കുന്നുണ്ട്. നിങ്ങൾ BJPക്കാരത് ശ്രദ്ധിക്കാഞ്ഞിട്ടായിരിക്കും. ഇനി രണ്ടാമത് കരുണാകരന്റെ പേരിലുള്ള സ്മാരക നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കളക്ഷൻ പാർട്ടിയിൽ നടക്കുന്നു. അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മാത്രമാണ് അത് നിർത്തിവെച്ചിരിക്കുന്നത്. അത് ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ ആ പരിപാടികളൊക്കെ നടക്കുന്നു. ഇനി കരുണാകരനെ കുറിച്ച് നിങ്ങൾ വിലപിക്കുന്നതിനാ? പണ്ട് കരുണാകരന്റെ മുണ്ടഴിച്ച BJPക്കാർ ആദ്യം മാപ്പ് പറഞ്ഞിട്ട് വേണം കരുണാകരന്റെ ലെഗസി അവകാശപ്പെടാൻ. നിങ്ങൾക്ക് എന്താണ് കരുണാകരനെ കുറിച്ച് പറയാൻ? എന്താണ് യോഗ്യത? കരുണാകരന് കോൺഗ്രസ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, നിങ്ങളോട് ഞാൻ എതിർക്കുന്നില്ല, ഉണ്ടായിരുന്നു. അപ്പോൾ പോലും കരുണാകരൻ ഒരിക്കൽ പോലും BJPയെ സെലക്ട് ചെയ്തിട്ടില്ല. കരുണാകരന്റെ ലീസ്റ്റ് സെലക്ഷനിൽ പോലും BJP ഉണ്ടായിരുന്നില്ല. ശരിയല്ലേ? കരുണാകരൻ എക്കാലത്തും പോരാടിയ CPM-നോടൊപ്പം നിൽക്കാൻ താല്പര്യം കാണിച്ചപ്പോൾ പോലും BJPയെ ഒരിക്കൽ പോലും പുൽകാൻ താല്പര്യം കാണിച്ചില്ല. അതിന്റെ അർത്ഥം ശംഖു ഒറ്റ വാചകത്തിൽ മറുപടി അതിനുശേഷം ഇതിലേക്ക് പോകണം. ഒറ്റ വാക്കിൽ ഞാൻ മറുപടി പറയാം. അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും കൗതുകമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, കരുണാകരൻ പാർട്ടിയിൽ നിന്ന് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയിലേക്കും DICയിലേക്കും പോയപ്പോൾ കൂടെ പോയ ആൾ മുരളീധരനാണ്. പത്മജ അപ്പൊ കരുണാകരന്റെ കൂടെ പോയില്ല. അതുകൊണ്ട് കരുണാകരന്റെ ലെഗസി കൂടുതൽ മുരളീധരനാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കരുണാകരൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയപ്പോൾ കോൺഗ്രസിൽ നിന്ന ആളാണ് പത്മജ. കരുണാകരൻ പാർട്ടിയിൽ നിന്ന് DICയിലേക്ക് പോയപ്പോഴും NCPയിലേക്ക് പോയപ്പോഴും കരുണാകരന്റെ കൂടെ പോവാതെ കോൺഗ്രസിൽ ഉറച്ചു നിന്ന ആളാണ് പത്മജ. ആ പത്മജയ്ക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ ലെഗസി മുരളീധരനാണെന്നൊരു കോൺഗ്രസ് പ്രതിനിധി പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള തമാശ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, 2010 ഡിസംബർ കരുണാകരനോടൊപ്പം പോലും പോകാതിരുന്ന പത്മജ എന്തുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ കരുണാകരൻ നേരിട്ട വിഷമങ്ങളിൽ കരുണാകരനോടൊപ്പം പോകാതിരുന്ന പത്മജ പിന്നെ ഇപ്പോൾ എന്ത് വിഷമത്തിന്റെ പേരിലാണ് BJPയിലേക്ക് പോയത്? എന്നുകൂടി മറുപടി പറയുന്നത് എന്തുകൊണ്ടാ പോയത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ അങ്ങേക്ക് പറഞ്ഞുതരാം. രണ്ടാമത്തെ കാര്യം, 2010 ഡിസംബർ 23 കരുണാകരൻ മരിച്ചത് കേട്ടോ. 14 വർഷം കഴിഞ്ഞു. അദ്ദേഹം പറയാണ് അദ്ദേഹത്തിന്റെ സ്മാരക നിർമ്മാണത്തിലുള്ള ഫണ്ട് കളക്ഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കുറച്ച് തിരക്കായതുകൊണ്ട് ഇപ്പൊ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സാധിക്കില്ല. കേട്ടാ തോന്നും കഴിഞ്ഞ വർഷമാണ് കരുണാകരൻ മരിച്ചത്. 14 വർഷം മുമ്പ് മരിച്ചൊരു മുതിർന്ന നേതാവിനെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ആലോചിക്കും. രണ്ട്, പത്മജ വേണുഗോപാൽ എല്ലാ കാലത്തും കോൺഗ്രസിനൊപ്പം ഉറച്ചു നിന്നിട്ടുള്ള ആളാണ്. അവരുടെ അച്ഛൻ പാർട്ടി മാറി പോയപ്പോൾ പോലും പാർട്ടിയിൽ നിന്ന് പോവാതെ പാർട്ടിയിൽ ഉറച്ചു നിന്ന ആളാണ്. പത്മജ ഇപ്പൊ എന്തുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് പോകുന്നു? കോൺഗ്രസിനുള്ളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന വൈഷമ്യങ്ങൾ കൊണ്ട് പോകുന്നു. ഇന്നലെ ഷമാ മുഹമ്മദ് എന്താണ് പാർട്ടിയെ പറ്റി പറഞ്ഞത്? കഴിഞ്ഞ തവണ ലതിക സുഭാഷിന് എന്ത് അനുഭവമാണ് നേരിട്ടത്? ബിന്ദു കൃഷ്ണയ്ക്ക് എന്ത് അനുഭവമാണ് നേരിട്ടത്? സമാനമായിട്ടുള്ള അനുഭവമാണ് തനിക്ക് നേരിട്ടതെന്ന് പത്മജ പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ 2016-ലും 2019-ലും തന്നെ തൃശ്ശൂരിൽ കോൺഗ്രസ് പാർട്ടി മത്സരിപ്പിച്ചു. തന്നെ പാർട്ടി തന്നെ പരാജയപ്പെടുത്തി. ജയസാധ്യതയുള്ള സീറ്റുകളിൽ സ്ത്രീകളെ നിർത്തുന്നില്ല. അത് എല്ലാ കാലത്തും എല്ലാ പാർട്ടിയിലും ഉണ്ടാകാറുള്ളതാണല്ലോ ശംഖു. അത് പറയുമ്പോൾ ഇപ്പോൾ ശോഭയ്ക്ക് എത്രത്തോളം പരാതി ഉണ്ടായിരുന്നു BJP നേതൃത്വത്തോട്? അത് എല്ലാ കാലത്തും എല്ലാ പാർട്ടികളും വരുന്നതാണല്ലോ ഇത്തരത്തിലുള്ള പരാതി. ശ്രീ മഞ്ജുഷ്, 20 സീറ്റിൽ BJP കേരളത്തിൽ 14 സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ 3 സീറ്റുകളിൽ നിർത്തിയത് സ്ത്രീകളെയാണ്. കാസർഗോഡ് നിൽക്കുന്നത് ML അശ്വിനിയാണ്, പൊന്നാനി നിൽക്കുന്നത് നിവേദിത സുബ്രഹ്മണ്യനാണ്, ആലപ്പുഴയിൽ നിൽക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ്. 14 സീറ്റിൽ BJP മത്സരിക്കുമ്പോൾ 3 സീറ്റിൽ സ്ത്രീകളാണ് നിൽക്കുന്നത്. കോൺഗ്രസ് പാർട്ടി ഒരൊറ്റ സീറ്റിൽ മാത്രമാണ്, അതും ഒരു സംവരണ സീറ്റിൽ മുൻ MP ആണെന്നുള്ള ഒരൊറ്റ ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ 2 മാനദണ്ഡങ്ങൾ ഇല്ലെങ്കിൽ കോൺഗ്രസ് പട്ടികയിൽ ഒരു വനിത പോലും ഉണ്ടാവുമായിരുന്നില്ല. പത്മജ വളരെ കൃത്യമായി പറയുന്ന എന്താണ്, കഴിഞ്ഞ തവണ തന്നെ തെരഞ്ഞെടുപ്പിൽ നിർത്തിയിട്ട് CPIയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ബാലചന്ദ്രന് വേണ്ടി കോൺഗ്രസിന്റെ നേതാക്കന്മാർ വരെ വോട്ട് മറിച്ചു എന്നാണ്. അതായത് സുരേഷ് ഗോപിയെ തോൽപ്പിക്കുക എന്നുള്ള ഒറ്റ പ്രയോറിറ്റി മാത്രം വെച്ച് പ്രവർത്തിച്ച പാർട്ടി തന്നെ കേവലം ഡമ്മിയാക്കി നിർത്തിക്കൊണ്ട് CPI സ്ഥാനാർത്ഥി. ഒരു കാര്യം കൂടി ഒരു വിഷയം കൂടി ചർച്ച ചെയ്യുന്നുണ്ടല്ലോ, ബെഹ്റയാണോ ഈ പാലം?
എന്തിനാണ് ബെഹ്റയുടെ ആവശ്യം? നോക്കൂ, കേരളത്തിൽ ഇന്ന് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും പോകാൻ കഴിയുന്ന, അതായത് രാഷ്ട്രീയമായിട്ട് തങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന, ഭാവിയിലേക്ക് എന്തെങ്കിലും സാധ്യതയുള്ള, അധികാരവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കാൻ കഴിയുന്ന ഏക കേന്ദ്രം BJP ആണ്. കാരണം ദേശീയ തലത്തിൽ ഇനി ഒരുപാട് കാലത്തേക്ക് BJP തന്നെ ഉണ്ടാവുകയുള്ളൂ. ഈ പറയുന്ന INDA മുന്നണിയൊന്നും ഒരു കാലത്തും ഒരു പ്രായോഗികമായിട്ട് നിലവിൽ വരാൻ പോകുന്ന സംഗതിയല്ല. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ മുഴുവൻ BJP-യിലേക്കാണ് വരുന്നത്. പത്മജ വേണുഗോപാൽ മാത്രമല്ലല്ലോ, അനിൽ ആന്റണി വന്നിട്ടുണ്ടല്ലോ, അൽഫോൺസ് കണ്ണന്താനം വന്നിട്ടുണ്ടല്ലോ, ടോം വടക്കൻ വന്നിട്ടുണ്ടല്ലോ. ഇങ്ങനെ എത്രയോ കോൺഗ്രസിന്റെയും CPM-ന്റെയും ഒക്കെ നേതാക്കന്മാർ. ഇതാ ഇപ്പോ നമ്മൾ രാജേന്ദ്രനെ പറ്റി വാർത്തയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. CPM-ന്റെ നേതാവാണ്, മുൻ MLA ആണ് രാജേന്ദ്രൻ. അദ്ദേഹം BJP-യിലേക്ക് ചേരുന്നതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ നിൽക്കുന്നത് കേരളത്തിന്റെ മാറിയിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമാണ്, കേരളത്തിന്റെ ട്രെൻഡാണ്. ഇതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരാളെ പിൻ പോയിന്റ് ചെയ്തിട്ട് അയാളെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും ഹീനമായിട്ടുള്ള, ഏറ്റവും സ്ത്രീവിരുദ്ധമായിട്ടുള്ള വ്യക്തിഹത്യയാണ് പത്മജയ്ക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത്. തന്തയ്ക്ക് പിറക്കാത്ത മകൾ എന്നാണ് പറഞ്ഞത്. അതാ കരുണാകരനെ അല്ല, കരുണാകരനെ മരിച്ചുപോയിട്ടുള്ള ഭാര്യയ്ക്ക് നേരെയുള്ള നിന്ദയാണ്, ആക്ഷേപമാണ്. ഒരു സ്ത്രീയെയും അവരുടെ മരിച്ചുപോയ അമ്മയും പറ്റിപ്പോലും ഇങ്ങനെ പറഞ്ഞിട്ടും അവരുടെ സഹോദരനായിട്ടുള്ള K മുരളീധരൻ പോലും അതിൽ പ്രതിഷേധിക്കാൻ തയ്യാറായില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ നാവടക്കണമെന്ന് പറയാൻ തയ്യാറായില്ലെന്ന് പറയുന്നത് ഈ പാർട്ടിക്കുള്ളിൽ സ്ത്രീകൾ നേരിടുന്ന ഒരു ഗതികേടിന്റെ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഇത് തുടർന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഏറെ വൈകാതെ കൂടുതൽ സ്ത്രീകൾ സാധ്യതയുള്ള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് താല്പര്യമുള്ള ശേഷിയുള്ള സ്ത്രീകൾ, അതിന് സാധിക്കുന്ന ഒരേ ഒരിടം BJP ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് BJP-യിലേക്ക് വരും. അന്നും ഇവരെ പോലെയുള്ള ആളുകൾ അവരെ ആക്ഷേപിച്ചുകൊണ്ടും അവരുടെ അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെയുള്ള പരിഹാസങ്ങൾ പറഞ്ഞുകൊണ്ട് ഇരിക്കേണ്ടാവുള്ളൂ. ശരി ശങ്കു, ശരി. നിതിൻ, ഇവിടെ CPM വിമർശിക്കപ്പെടുന്നുണ്ട്. CPM-ന്റെ പങ്കാളിത്തം പത്മജയെ BJP-യിൽ എത്തിക്കുവാൻ ഇത് ബെഹ്റ എന്ന വ്യക്തി പാലമായി വന്നതോടുകൂടി അത്തരമൊരു ആക്ഷേപം CPM-ന് നേരെയും വരുന്നുണ്ട്. ജിൻഡോയുടെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, അതിൽ പങ്കാളിത്തം CPM-നുമുണ്ട്. അതുകൊണ്ടാണ് CPM ഇപ്പോൾ അതിൽ ആഹ്ലാദിക്കുന്നത്. കാരണം ബെഹ്റയുടെ ബന്ധങ്ങൾ അറിയാമല്ലോ. ശ്രീ മഞ്ജുഷ്, നമ്മളൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിലാണല്ലോ ഈ ചർച്ചയിൽ ഇരിക്കുന്നത്. ഈ ചർച്ചയിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് എത്തിപ്പെട്ടിട്ടുള്ള അപകടകരമായ നിലയാണ് നമുക്ക് ഇപ്പോൾ കേരളത്തിലെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിട്ടുള്ള സംഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മതനിരപേക്ഷ പാർട്ടിയായി നിലനിന്നിരുന്ന പാർട്ടിയായിരുന്നു ഇന്ത്യയിലെ കോൺഗ്രസ്. ആ കോൺഗ്രസിന് മതനിരപേക്ഷമായ അവരുടെ രാഷ്ട്രീയം നഷ്ടമായിരിക്കുന്നു. കോൺഗ്രസും BJP-യും തമ്മിലുള്ള അതിർവരമ്പ് അലിഞ്ഞില്ലാതായി. ഏതു സമയവും കോൺഗ്രസ് ആയ ഒരാൾക്ക് BJP ആകാൻ കഴിയും, രാഷ്ട്രീയമായി അതിലൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന നിലയിലേക്കെത്തിയ വർത്തമാനകാല സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾ ഇവിടെ ടൈറ്റിലിൽ വെച്ചിട്ടുള്ള പോലെ ഏതെങ്കിലും ഒരു IPS ഉദ്യോഗസ്ഥന്റെ പേരോ കേരളത്തിൽ DGP ആയിരുന്ന ഒരാളുടെ പേരോ വെച്ചുകൊണ്ട് ആണോ ഈ ചർച്ച നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ലോക്നാഥ് ബെഹ്റ പറഞ്ഞിട്ടാണോ കർണാടകത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന SM കൃഷ്ണ BJP-യിലേക്ക് പോയത്? എത്രയോ കാലം UP-യിലെയും ഉത്തരാഖണ്ഡിലെയും മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരന്റെയൊക്കെ കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന ND തിവാരി BJP-യിലേക്ക് പോയത് ഏതെങ്കിലും ബെഹ്റ ഇടപെട്ടിട്ടാണോ? പേമ ഗണ്ഡു അരുണാചലിലെ മുഖ്യമന്ത്രി BJP-യിലേക്ക് പോയത് ഏതെങ്കിലും ബെഹ്റ ഇടപെട്ടിട്ടാണോ? ഇപ്പോൾ സമീപ ദിവസത്ത് ഹിമാചൽ പ്രദേശിൽ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. 40 MLA-മാരാണ് കോൺഗ്രസിനുള്ളത്, 28 MLA-മാരാണ് BJP-ക്കുള്ളത്. മനു അഭിഷേക് സിംഗ്വി എന്ന കോൺഗ്രസിന്റെ ഇന്ത്യയിലെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവ് ഹിമാചലിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിച്ചപ്പോൾ 40 MLA-മാരിൽ 6 MLA-മാരുടെ വോട്ട് ചോർന്നു. തലേ ദിവസം രാത്രി 11 മണിക്ക് അത്താഴം കഴിച്ചു പോയ കോൺഗ്രസിന്റെ MLA-മാർ എന്നെ വഞ്ചിച്ചു എന്ന് ഞെട്ടലോടുകൂടി കോൺഗ്രസിന്റെ നേതാവായ മനു അഭിഷേക് സിംഗ്വിക്ക് പറയേണ്ടി വന്ന സാഹചര്യം നമ്മുടെ മുമ്പിൽ തൊട്ടു മുമ്പിലുണ്ട്. 11 മുഖ്യമന്ത്രിമാർ ഇതിനോടകം ഇന്ത്യയിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരായിരുന്ന ആളുകൾ BJP-യിലേക്ക് പോയി. സംസ്ഥാന പ്രസിഡന്റുമാരായിരുന്ന PCCയുടെ അധ്യക്ഷന്മാരായിരുന്ന ഗുജറാത്തിലെ ഹർദിക് പട്ടേൽ, അതുപോലെ തന്നെ UP-യിലെ റീത്ത ബഹുഗുണ ഉൾപ്പെടെയുള്ള ആളുകൾ BJP-യിലേക്ക് പോയി. കേരളത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണിയുടെ മകൻ BJP-യിലാണ്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരന്റെ മകൾ പത്മജ BJP-യിലാണ്. ഇനിയും പോകാൻ ആളുകളിരിക്കുന്നു എന്ന് പത്മജ പറയുന്നു. ഇവിടെ BJP-യുടെ വക്താവായി വന്നിട്ടുള്ള ശ്രീ ശങ്കുട്ടി ദാസും പറയുന്നു. BJP-ക്ക് ആളുകളെ സംഭാവന ചെയ്യുന്ന ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയായി കേരളത്തിലെ കോൺഗ്രസ് മാറിയിരിക്കുന്നു. എങ്ങനെ മാറാതിരിക്കും? KPCCയുടെ പ്രസിഡന്റ് K സുധാകരനോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, താങ്കൾ നാളെ BJP-യിലേക്ക് പോകുമോ? BJP-യിലേക്ക് ഇപ്പൊ പോകില്ല. ഇതാണ് പറഞ്ഞ മറുപടി. എന്താ?
ഇപ്പൊ പറയാനാവില്ല. നാളെ പോകുമോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ പറയാനാവില്ല എന്ന മറുപടിയാണ് KPCCയുടെ പ്രസിഡന്റ് പറയുന്നത്. ആ KPCCയുടെ കീഴിലുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ പോയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിലും ഇപ്പോ K മുരളീധരൻ BJPയിലേക്ക് നാളെ പോകില്ല എന്നെന്താണ് ഉറപ്പ്? ഇവിടെ ഇപ്പൊ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന കോൺഗ്രസിന്റെ നേതാവ് ശ്രീ ജിൻഡോ ജോൺ നാളെ BJPയിലേക്ക് പോകില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? രാഹുൽ ഗാന്ധി ഗോവയിൽ പോയി ഒരു തെരഞ്ഞെടുപ്പിൽ MLA നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് അമ്പലത്തിൽ കൊണ്ടുപോകേണ്ടവർ അമ്പലത്തിൽ, ചർച്ചിൽ കൊണ്ടുപോകേണ്ടവരെ ചർച്ചിൽ കൊണ്ടുപോയി സത്യം ചെയ്യിപ്പിച്ചു. ഞങ്ങൾ ജയിച്ചാൽ കോൺഗ്രസിൽ തന്നെ നിൽക്കും. എവിടെ എത്തിയിരിക്കുന്നു കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ വേദനിപ്പിക്കാതെയാണ് ശങ്കുട്ടി ദാസിനോട് ഞാനൊന്ന് പറഞ്ഞോട്ടെ മഞ്ജുഷ്, ഞാൻ ഒരു മിനിറ്റിൽ അവസാനിപ്പിക്കാം. ജിൻഡോ പറയട്ടെ. അല്ല, ഞാൻ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. കോൺഗ്രസിൽ നിന്ന് ഒത്തിരി പേര് BJPയിലേക്ക് പോയിട്ടുണ്ട്, വാസ്തവമാണ്. ഞാനത് തള്ളി പറയുന്നില്ലല്ലോ. നമ്മളൊരു യാഥാർത്ഥ്യത്തെ എന്തിനാ കള്ളം പറഞ്ഞ് മറച്ചു വയ്ക്കുന്നത്? കാരണം കോൺഗ്രസ് ഒരു മാസ് പാർട്ടിയാണ്. കോൺഗ്രസിൽ ഒത്തിരി ആളുകളുണ്ട്, ഒത്തിരി സംസ്ഥാനങ്ങളിൽ ഭരിച്ചിരുന്ന പാർട്ടിയാണ്. മുൻ മുഖ്യമന്ത്രിമാർ കുറേ പേര് പോയിട്ടുണ്ട്, പല PCC പ്രസിഡന്റുമാർ പോയിട്ടുണ്ട്, മുഖ്യമന്ത്രിമാരുടെ മക്കൾ പോയിട്ടുണ്ട്. അതിലൊന്നും യാഥാർത്ഥ്യക്കുറവൊന്നും ഇല്ലെന്നേ. പക്ഷേ നിങ്ങൾ ഭരിച്ച ബംഗാളിലെ നിങ്ങളുടെ പാർട്ടി ആഫീസ് ഉൾപ്പെടെ നിങ്ങളുടെ MLA MP ഇന്ന് ഏത് പാർട്ടിയിലാണ് സുഹൃത്തെ? നിങ്ങൾക്ക് പറയാൻ നാണാവൂലേ? നിങ്ങൾ കോൺഗ്രസിനെ വിമർശിക്കുന്നു. ഇതേ ബംഗാളിൽ ഇപ്പോഴും കോൺഗ്രസ് ഉണ്ട്. ഇപ്പോൾ CPM എത്ര സ്ഥലത്തുണ്ട്? നിങ്ങളുടെ ത്രിപുരയിൽ നിങ്ങൾ 10-25 കൊല്ലം ഭരിച്ച ത്രിപുരയാണല്ലോ. അവിടെ നിങ്ങളുടെ അവസ്ഥ എന്താ? നിങ്ങൾ 2 സംസ്ഥാനങ്ങളിൽ ഭരിച്ചു, 2 സംസ്ഥാനങ്ങളിലെ പാർട്ടി അപ്പാടെ BJPയിൽ പോയി. അവിടെ ഒന്നും പാർട്ടി ഇല്ല, അവിടെ കോൺഗ്രസ് ഉണ്ട്. കോൺഗ്രസിന് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും BJPയിലേക്ക് ആളുകൾ പോയിട്ടുണ്ട്, BJPയിൽ നിന്ന് കോൺഗ്രസിലേക്കും വരുന്നുണ്ട്. ഇത് അധികാരത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആളുകളുടെ ഒഴുക്കുണ്ടാവും. 10 വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് ഇത് കുറച്ച് കൂടുതലായിട്ട് അങ്ങോട്ട് നടക്കുന്നു എന്ന് മാത്രം. ഇനി നിങ്ങൾ ഞാൻ പോകുമോ എന്ന് ചോദിച്ചു. ഞാൻ പോകില്ല മാഷെ. എനിക്ക് EDനെ അല്ല CBIനെ അല്ല ഒരുത്തനെയും പേടിയില്ല. ഞാൻ അങ്ങനത്തെ ഒരു പണിയും ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പേടിയില്ല. പിന്നെ എനിക്ക് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാനൊരു കോൺഗ്രസ്സുകാരനായിട്ടിരിക്കുന്നത്. അപ്പൻ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് മാത്രമല്ല, അപ്പം മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രം പാർട്ടി പ്രവർത്തനത്തിൽ വന്ന ആളല്ല. അതുകൊണ്ട് എനിക്കിതൊന്നും വലിയ പ്രശ്നമല്ല. താങ്കൾ എന്നെ ആക്ഷേപിക്കരുത്. കോൺഗ്രസിൽ നിന്ന് പോകോ എന്ന് ചോദിക്കുന്ന ആള്, നിങ്ങൾ ആദ്യം നിങ്ങളുടെ S രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ഇടുക്കിയിൽ ഒരു MLA ഉണ്ടല്ലോ, അദ്ദേഹത്തോടൊന്ന് ചോദിക്കി നാളെ പോകുമെന്ന്. നിങ്ങൾ ഈ പറഞ്ഞ് ഞങ്ങളെ വെല്ലുവിളിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പഴയ MLA പോയോ എന്ന് കൂടി ഒന്ന് പരിശോധിക്കണം. മാത്രമല്ല അതൃപ്തരായിരിക്കുന്ന CPM-കാരെയും അല്ലെങ്കിൽ CPM-ൽ നിന്ന് നടപടിക്ക് വിധേയനായി തിരിച്ചു വരുന്നതും കാത്തിരിക്കുന്ന നേതാക്കളെയും നോട്ടമിട്ടിട്ടുണ്ട്. അവരും പോകാൻ തയ്യാറാണ്. അവിടെയും ബഹളമാർ വേണ്ടി വരുമോ ഇല്ലയോ എന്നറിയില്ല. അല്ല, ശ്രീ ജിൻഡോ ജോണിനെ വ്യക്തിപരമായി വേദനിപ്പിക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചതല്ല. കോൺഗ്രസ്സുകാരായി നിൽക്കുന്ന ആളുകൾക്ക് ഏത് സമയവും BJPയിലേക്ക് പോകാം എന്ന അവസ്ഥ നമ്മുടെ നാട്ടിൽ സംജാതമായിരിക്കുന്നു. അതിൽ കോൺഗ്രസ്സുകാരൊക്കെ, ഞാൻ പറഞ്ഞില്ല, അതിൽ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. മുഖ്യമന്ത്രി ആയിരുന്ന ആൾ പോകും, PCC പ്രസിഡന്റ് ആയിരുന്ന ആൾ പോകും, എല്ലാവരും പോകും. അതാ ഞാൻ പറഞ്ഞത്, KPCCയുടെ പ്രസിഡന്റ് K സുധാകരൻ പോകാൻ റെഡിയായി നിൽക്കുകയാണ് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. K മുരളീധരൻ പോകാൻ റെഡിയായി നിൽക്കുകയാണെന്നാണ്. പിന്നെ അദ്ദേഹം K മുരളീധരനെ തന്നെ ഇപ്പോ ജിൻഡോ, ഇതാണ് പ്രശ്നം. ഇപ്പൊ ജിൻഡോ ജോൺ തന്നെ അദ്ദേഹത്തെ ഉദാഹരിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞത് എന്താ? തന്റെ പിതാവ് മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വന്നതല്ല. ആരെയാ നിങ്ങൾ ഉദ്ദേശിച്ചത്? K മുരളീധരൻ ഉദ്ദേശിച്ചിട്ടാണോ? ഇതാണ് പ്രശ്നം. നിങ്ങൾ K മുരളീധരൻ എന്തുകൊണ്ട് രാഷ്ട്രീയ നേതാവായതാ? രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയോ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തനം നടത്തിയോ ആയതല്ല. K മുരളീധരൻ രാഷ്ട്രീയ നേതാവായതും പത്മജ KPCCയുടെ ജനറൽ സെക്രട്ടറി ആയതും AICCയുടെ മെമ്പർ ആകുന്നതുമെല്ലാം ഒരു രാഷ്ട്രീയ നേതാവിന്റെ, മുഖ്യമന്ത്രിയുടെ, കോൺഗ്രസിന്റെ ചോദ്യം ചെയ്യാത്ത ഒരു നേതാവിന്റെ മക്കളായിരുന്നു എന്ന യോഗ്യതയിൽ നിന്നുകൊണ്ടാണ്. സ്വാഭാവികമായും ജിൻഡോ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. അധികാരം കിട്ടാതാകുന്ന ഘട്ടങ്ങളിൽ സ്ഥാനമാനം, അധികാരം, പണം, ഇതിലേത് കിട്ടിയാലും ഇവൻ അപ്പുറത്ത് പോകും. അതുകൊണ്ട് ജിൻഡോ ജോണിനോട് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഈ തെരഞ്ഞെടുപ്പിലും ഇപ്പൊ കോൺഗ്രസിന് വോട്ട് ചെയ്യണം എന്ന് നിങ്ങൾ എന്തടിസ്ഥാനത്തിൽ ആളുകളോട് പറയും? നാളെ അധികാരത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ ഒരു കുതിരക്കച്ചവടം നടത്തി പണമോ അധികാരമോ വാഗ്ദാനം ചെയ്താൽ നിങ്ങൾ വിജയിപ്പിക്കുന്ന MP-മാർ, MLA-മാർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇതാണ് ഈ രാജ്യത്തിന്റെ ജനം ചോദിക്കുന്നത്. ജിൻഡോ, ഈ രാജ്യത്തിന്റെ ജനം ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. കോൺഗ്രസിന്റെ ജയിക്കുന്ന MLA, ജയിക്കുന്ന MP
നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതിനേക്കാൾ, നിങ്ങൾ MP ആയിരിക്കുന്നതിനേക്കാൾ കേന്ദ്രമന്ത്രി സ്ഥാനം തരാം എന്ന് BJP പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് പോവില്ലേ? നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതിനേക്കാൾ സ്ഥാനമാനം നിങ്ങൾക്ക് അപ്പുറത്ത് കിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകില്ലേ? അതാണ് ചോദ്യം. ബംഗാളിൽ ഞങ്ങൾക്കെതിരായ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ആഫീസുകൾ തൃണമൂൽ കോൺഗ്രസ് പിടിച്ചെടുത്തിട്ടുണ്ടാവാം, BJP പിടിച്ചെടുത്തിട്ടുണ്ടാവാം, ഞങ്ങളുടെ ആഫീസുകൾ ഞങ്ങൾ പ്രവർത്തകർ ആക്രമിച്ചിട്ടുണ്ടാവാം, ഇതെല്ലാം ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങൾ പറയുന്നത് പോലെ ബംഗാളിൽ ഒരു MLAയും BJPയുടെ കൂടെ പോയിട്ടില്ല. തൃണമൂൽ കോൺഗ്രസ് ത്രിപുരയിൽ ഒരാളും BJPയുടെ കൂടെ പോയിട്ടില്ല. നിങ്ങളിപ്പോ ഏതെങ്കിലും ഒരു MLA ഇതാ അല്ലെങ്കിൽ ഒരു മുൻ MLA ഇതാ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് വെള്ളമറക്കി നിൽക്കണ്ട. ഒരാളും BJPയിലേക്ക് പോകാൻ പോകുന്നില്ല. പക്ഷേ കോൺഗ്രസിന് ഉറപ്പുണ്ടോ സ്ഥാനമാനം, അധികാരം ഇതെല്ലാം മറ്റാരെങ്കിലും വെച്ച് നീട്ടിയാൽ പോകാതെ നിൽക്കുമെന്ന് ഉറപ്പുണ്ടോ? ശരി 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 ശ്രീ അരുൺ ലക്ഷ്മൺ, അവസാനം നിതിൻ പറഞ്ഞതുകൊണ്ട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. അധികാരം മാത്രമല്ല, സ്ഥാനമാനങ്ങൾ മാത്രമല്ല, ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ് എന്ന് തിരിച്ചറിയാൻ പോയി കഴിഞ്ഞു. നിതിൻ, താങ്കളിലേക്ക് വരാം. ശ്രീ അരുൺ ലക്ഷ്മൺ, ഇവിടെ ഈ ലെഗസി അവകാശപ്പെടൽ BJP കെ കരുണാകരന്റെ അത് ഇനിയും തുടരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അതുകൊണ്ട് സംസ്ഥാന BJPക്ക് എന്ത് ഗുണമാണ് കിട്ടാൻ പോകുന്നത്? അല്ല, കെ കരുണാകരൻ എല്ലാ കാലത്തും ഈ ഗുരുവായൂർ പോകുന്നത് മുതലുള്ള ഒരു ഹിന്ദു ഐക്കണായിട്ട് കുറേ കാലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കരുണാകരൻ്റെ അങ്ങനത്തെ ഒരു ലെഗസി BJPക്ക് എല്ലാ കാലത്തും കരുണാകരൻ എന്നുള്ള ഒരു ഫാക്ടർ, ഇപ്പം നേരത്തെ ശങ്കുട്ടിദാസ് പറഞ്ഞതുപോലെ ഒരു പൈതൃകം അവകാശപ്പെടുമ്പം പത്മജ വേണുഗോപാലിനും അത് അവകാശപ്പെടാം. പത്മജ വേണുഗോപാൽ ഇപ്പം BJPയിലാണുള്ളത്, സ്വാഭാവികമായിട്ടും ആ ഒരു സാധനം അവർക്ക് ഉപയോഗിക്കാം. പിന്നെ കെ കരുണാകരൻ എല്ലാ കാലത്തും കേരളത്തിലെ ഒരു വലിയ ടോളായിട്ടുള്ള ലീഡറായിരുന്നു. കരുണാകരൻ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ 9 MLAമാർ മാത്രമുള്ള സമയത്ത് 69 വന്നു ഫൈറ്റ് ചെയ്ത് EMS നമ്പൂതിരിപ്പാടിനെ പോലത്തെ ഒരു വലിയ തീക്ഷ്ണശാലിയായ ഒരു മുഖ്യമന്ത്രിയുടെ ഗവൺമെൻറ്റിനെ മാറ്റി ഫോം ചെയ്തു. കോൺഗ്രസിനെ ശക്തമായ ഒരു പാർട്ടിയാക്കി മാറ്റി. കേരളത്തിൽ UDF എന്നുള്ള ഒരു മുന്നണി രൂപീകരിച്ചു. അപ്പോൾ അങ്ങനത്തെ ഒരാളുടെ ലെഗസി സ്വാഭാവികമായിട്ടും BJPക്ക് ഒരു സാധ്യത ഉണ്ടായി കഴിഞ്ഞാൽ അവർ എക്സ്പ്ലോർ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ അതാണ് BJP ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ പത്മജ വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ മകളാണല്ലോ, അപ്പോൾ അവർക്ക് ആ ഒരു ലെഗസീൻ്റെ അല്ലെങ്കിൽ ആ പൈതൃകത്തിന് പത്മജക്കും അവകാശപ്പെട്ടതാണ്. ഇപ്പോൾ ശംഖു പറയുന്നു ഇങ്ങനെ ഒരു ഇടനിലക്കാരൻ്റെയോ ഒരു പാലത്തിൻ്റെയോ ഒന്നും ആവശ്യം ഇവിടെ വരുന്നില്ല എന്ന്, ഇല്ലേ? പക്ഷെ അത് ഇപ്പോൾ താങ്കൾ തുടക്കത്തിൽ പറഞ്ഞത് ആ ഒരു ഡിപ്ലോമസിയെ കുറിച്ചാണ്. ആ ഡിപ്ലോമസി ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ചില പാലങ്ങൾ എല്ലായിടത്തും BJPക്ക് ഉണ്ട്, അല്ലേ? അല്ല, BJP മാത്രമെന്നല്ല, ഇതിൽ എല്ലാവർക്കും അതുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ കോൺഗ്രസിൽ നിന്ന് ഒരാൾ BJPയിലേക്ക്, അതൊരു പ്രമുഖ വ്യക്തിത്വം BJPയിലേക്ക് പോകുമ്പോൾ അതിങ്ങനെ ഒരു പാലവും ആ വ്യക്തിത്വവും പിന്നെ BJPയും മാത്രം അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഇടപാട് എന്ന് മാത്രമല്ലല്ലോ. അതിന് പിന്നിൽ മറ്റൊരു പാർട്ടി കൂടി ഉണ്ടാവും കേരളത്തിൽ വരുമ്പോൾ, ഇല്ലേ? കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. അല്ല, CPMന് ഈ ഒരു പത്മജ വേണുഗോപാൽ BJPയിലോട്ട് വന്നത് CPMന് കൃത്യമായിട്ടൊരു ഇലക്ഷനിൽ CPMന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ്. കൃത്യമായിട്ടും ഇലക്ഷനിൽ, അതായത് ഇപ്പം നിതിൻ ചോദിച്ചതുപോലെ ഈ ചോദ്യം വളരെ പബ്ലിക്കിനിടെ ചോദിക്കാൻ പറ്റും. ഇനിയും നാളെ കോൺഗ്രസ്സുകാർ അങ്ങോട്ട് പോവില്ലേ, അല്ലെങ്കിൽ പോയാൽ എന്ത് ചെയ്യും? അപ്പോൾ അതിന് ഉള്ള കോൺഗ്രസ് ഡിഫൻസിലാവും. അതാണ് ഒരു വലിയൊരു സാധനം. ബിഫോർ ഇലക്ഷൻ്റെ തൊട്ട് മുന്നേ പത്മജ വേണുഗോപാലിനെ പോലത്തെ, ഇപ്പോൾ പത്മജ വേണുഗോപാലിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്കൊരു ഡിബേറ്റബിൾ സബ്ജക്റ്റാണ്. പക്ഷേ അവർ KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു, KTDCയുടെ പിന്നെ ചെയർപേഴ്സൺ ആയിരുന്നു, എല്ലാത്തിനുപരി കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിൽ വളരെ ശക്തമായിട്ടുള്ളൊരു സാന്നിധ്യമായിരുന്നു. അപ്പോൾ അവർ BJPയിൽ പോയി കഴിഞ്ഞാൽ നാളെ CPMന് തെരുവിൽ ചോദിക്കാൻ പറ്റും നാളെ മറ്റുള്ള നേതാക്കന്മാർ, ഇപ്പം നിതിൻ വളരെ ക്ലിയർ ആയിട്ട് ചോദിച്ചല്ലോ, നാളെ മുരളീധരനോ അല്ലെങ്കിൽ മറ്റുള്ളവരോ BJPയിൽ പോവില്ല എന്താണ് ഉറപ്പെന്ന്. ആ ചോദ്യം ഇപ്പോൾ ഇലക്ഷൻ്റെ പടിവാതിൽ നിൽക്കുമ്പം ഈ ചോദ്യം പബ്ലിക്കിനുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റും. സ്വാഭാവികമായിട്ടും CPM അറ്റ് ആൻ അഡ്വാൻറ്റേജ് അതിൽ. പിന്നെ CPM ആണോ ഇതിൻ്റെ പിന്നിൽ വർക്കൗട്ട് ചെയ്തതെന്ന് നമുക്കറിയാത്ത കാര്യമാണ്. പക്ഷേ ഈ ട്രാക്ക് ടു ഡിപ്ലോമസി പോലൊരു സാധനം എന്തായാലും നമ്മൾ ഈ പണിയെടുക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം, ടോക്സ് ഉണ്ടാവാം, ഡിസ്കഷൻ ഉണ്ടാവും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ അൽഫോൺസ് കണ്ണന്താനമൊക്കെ CPMൻ്റെ MLA ആയിരുന്നു, BJPയിലേക്ക് പോയിട്ടുണ്ട്, BJPയുടെ MP ആയിരുന്നു, BJPയുടെ കേന്ദ്രമന്ത്രിയായിരുന്നു. അതുപോലെ തന്നെ രാജേന്ദ്രൻ പോകുമോ ഇല്ലയോ എന്നുള്ളതൊന്നും ഡിബേറ്റ് വേണം. ഇപ്പോൾ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, എല്ലാവരും പോവാം. പൊളിറ്റിക്സ് അങ്ങനെയാണെന്നൊരു സാധനമാണ്. പൊളിറ്റിക്സ് ഇത് ഔട്ട് ഓഫ് ദ പോസിബിലിറ്റി എന്ന് പണ്ട് 91 നരസിംഹറാവ് ഒരു മൈനോറിറ്റി ഗവൺമെൻറ് ടീമും പറഞ്ഞൊരു ആൻസർ ഉണ്ടായിരുന്നു അന്ന് ഈ ഇന്റർനാഷണൽ മീഡിയ ചോദിച്ചപ്പോൾ. അല്ല, പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അതെ ഡിപ്ലോമസിയൊക്കെ ശരി തന്നെ, പക്ഷെ ഒരു IPS ഓഫീസർ ഇത്തരത്തിലുള്ള ഡിപ്ലോമസിക്ക് അതിനൊരു പങ്ക് വഹിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഈ സർക്കാരിന് ശമ്പളം പറ്റിക്കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ല, ഇപ്പം വേറെ പങ്കുവെച്ചു നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷേ കെ മുരളീധരൻ അത് ഉറപ്പിച്ച് പറയുകയാണ്. കാരണം അദ്ദേഹത്തിന് വിവരം കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അതിപ്പോൾ ഈ മാധ്യമപ്രവർത്തകർക്കിടയിലൊക്കെ ഇത് പരസ്യമായ ഒരു കാര്യമാണ്, ഇങ്ങനെ ഒരു ഇടപെടൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം.
സതീശന് മടിയുണ്ടായിരുന്നു, പേര് പറയണോ വേണ്ടയോ എന്ന കാര്യത്തിൽ അദ്ദേഹം ശങ്കിച്ചു. പക്ഷേ മുരളീധരൻ അങ്ങനെയല്ല, അദ്ദേഹം വ്യക്തമായിട്ട് ഈ പേരങ്ങ് തുറന്ന് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം വെറുതെ പറയുമോ? അല്ല, മുരളീധരൻ എന്നെക്കാട്ടും മഞ്ജുഷിനെക്കാട്ടും ഇതിനെപ്പറ്റി കുറച്ചുകൂടി, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയുന്ന ആളാണല്ലോ. എന്തായിരുന്നു പിന്നെ ബെഹ്റയും ആ ഫാമിലി നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് വളരെ നന്നായിട്ട് അറിയുന്ന ആളാണ് കെ മുരളീധരൻ. പ്രത്യേകിച്ച് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറായ കാലത്തുള്ള അവരുടെ ബന്ധം. നേരത്തെ പിന്നെ പറഞ്ഞതുപോലെ പത്മജ വേണുഗോപാൽ ഡിനൈ ആയിട്ടുണ്ടായിരുന്നു, അവർ ബെഹ്റയെ കണ്ടില്ലായിരുന്നു. പക്ഷേ അതേസമയത്ത് ഡോക്ടർ വേണുഗോപാൽ ബെഹ്റയായിട്ട് കോൺടാക്റ്റിലുണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ലോക്നാഥ് ബെഹ്റ എന്നുള്ളൊരു വില്ലനെന്ന് ആക്കുന്നില്ല നമ്മളിപ്പം. പക്ഷെ മേ ബി ആ ഒരു പാലം പണിതിനുപരി രണ്ടു കൂട്ടർക്കും വിശ്വാസമുള്ള ഒരാളുടെ അങ്ങനെ പാലം പണിക്ക് കൂട്ടു നിൽക്കുന്ന ആളാണെങ്കിൽ ആ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല അല്ലേ? അത് ഈ പാലം വലിക്കുന്നു, അല്ല പാലം പണിയുന്നതിന് വേണ്ടിയാണ് കൊച്ചി മെട്രോയുടെ MD സ്ഥാനത്ത് ഇരിക്കുന്നതെങ്കിൽ ആ ജോലിക്ക് അർഹനല്ല. അതല്ല അത് മാത്രമല്ല ഒരു IPS ഓഫീസർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിൽ കുറച്ചുകൂടി ബെഹ്റയുടെ ഒരു ഒപ്പീനിയൻ ചോദിക്കുകയോ അല്ലെങ്കിൽ ബെഹ്റയെ രണ്ടുപേരും കോൺഫിഡൻസിൽ എടുത്തിട്ടുണ്ടാകാം, അപ്പുറത്തും ഇപ്പുറത്തും. അതായിരിക്കും കുറച്ചുകൂടെ ഒരു ഇതായിട്ടുള്ള സാധനം. അതായത് ബെഹ്റയുടെ ഒരു ബ്രോക്കർ ചെയ്തൊന്നും തോന്നുന്നില്ല. പക്ഷേ എന്തായാലും സംതിങ് ഇസ് ദർ. അത് കെ മുരളീധരൻ അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ശരി ജിൻഡു, അങ്ങനെയാണെങ്കിൽ ശക്തമായിട്ട് നിങ്ങൾക്ക് ആവശ്യപ്പെട്ടുകൂടെ ഇങ്ങനെ ഒരു സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഈ പാലം പണിയുന്ന പണിയാണെങ്കിൽ ആ പണിയിലിരിക്കാൻ യോഗ്യനല്ല എന്ന്? അല്ല, നമ്മളത് തന്നെയാണല്ലോ പറയുന്നത്. ആ പണിക്കിരിക്കുന്നതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ അദ്ദേഹത്തിന് ശമ്പളം കൊടുക്കുന്നത്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പേ ഈ BJPയുടെ പ്രതിനിധി പറഞ്ഞ 1-2 കാര്യങ്ങളൊന്ന് അഡ്രസ്സ് ചെയ്ത് പോകേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിനകത്ത് സ്ത്രീകൾക്ക് പരിഗണന കൊടുക്കാത്തതുകൊണ്ടാണ് പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ടുപോയതെന്നാണ്. നിങ്ങൾക്ക് പാർട്ടി മാറിപ്പോയിട്ടുണ്ടാവും. ഈ ശോഭാ സുരേന്ദ്രൻ, നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെതിരെ പറഞ്ഞ അഭിപ്രായം കേട്ടിട്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ പറഞ്ഞത്, ചിലപ്പോൾ മാറിപ്പോയതായിരിക്കും. പത്മജയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്മജയെ ഡെമ്മിയാക്കി തൃശ്ശൂർ മത്സരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞാൽ 940 വോട്ടിന് തോറ്റ പത്മജ ഡെമ്മി സ്ഥാനാർത്ഥിയാകുന്നത് എങ്ങനെയാ ശംഖു? അതിനെ ഒരു സാമാന്യ ലോജിക്കുള്ള ആരെങ്കിലും സമ്മതിക്കുമോ? 91 മുതൽ 2016 വരെ 25 വർഷം തേറമ്പിൽ രാമകൃഷ്ണൻ ജയിച്ച കോൺഗ്രസിന്റെ സ്ട്രോങ് ഹോൾഡ് സീറ്റ് പത്മജയ്ക്ക് വെച്ച് നീട്ടുന്നത് ഡെമ്മിയാക്കാനല്ല, കോൺഗ്രസിന് ജയിച്ചു കയറാൻ വേണ്ടിയിട്ടാണ്. 89 മുതൽ 2004 വരെ കോൺഗ്രസിന്റെ കോട്ടയായിട്ടുള്ള മുകുന്ദപുരം ചാലക്കുടി പാർലമെന്റ് സീറ്റ് പത്മജയ്ക്ക് കൊടുക്കുന്നത് ഡെമ്മിയായിട്ടല്ല, ജയിച്ചു കയറാനാ. 2 സ്ഥലത്തും തോറ്റുപോയതിന്റെ ഉത്തരവാദിത്തം അത് പാർട്ടി പ്രവർത്തകരിൽ മാത്രം ഏൽപ്പിക്കാതെ പത്മജയുടെ കൂടെ അധ്വാനം കൂടി വേണം. പിന്നെ ഡെമ്മി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ 940 വോട്ടിന് മാത്രം 2ാം സ്ഥാനത്ത് പോകുന്ന ആൾ ഡെമ്മി സ്ഥാനാർത്ഥി എന്ന് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ലല്ലോ. ഈ രണ്ടാമത്തത്, ഈ AK നസീർ എന്ന് പറയുന്ന നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ദീർഘകാലം BJPയുടെ കൂടെ പ്രവർത്തിച്ച ഒരാളാണ്, ആലുവക്കാരനാണ്. അദ്ദേഹം ഒന്ന് CPM-ൽ ചേർന്നിട്ടുണ്ട്. ഗോവിന്ദൻ മാഷ് അദ്ദേഹത്തിന് കൊടി വകുപ്പിച്ച് പാർട്ടി ചേർത്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? ഈ AK നസീർ പറയുന്നത് നിങ്ങളുടെ പാർട്ടിയിൽ അവഗണന നേരിട്ടുകൊണ്ടാണ് അദ്ദേഹം പാർട്ടി വിട്ടെന്ന. അദ്ദേഹത്തോടും നിങ്ങൾ അഡ്രസ്സ് ചെയ്യണമല്ലോ, അദ്ദേഹം പറഞ്ഞ വിഷയങ്ങളും നിങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി CPM-ന്റെ നേതാവ്, CPM-ന്റെ പ്രതിനിധി പറഞ്ഞ കാര്യത്തോട് നിങ്ങൾ ആരെയാണ് വിമർശിക്കുന്നത്? നിങ്ങൾ കോൺഗ്രസിനെ വിമർശിക്കുന്നു. കോൺഗ്രസ് ഇത്രത്തോളം വിശ്വാസയോഗ്യമല്ലാത്ത ഒരു പാർട്ടിയാണെങ്കിൽ പിന്നെ എന്ത് തേങ്ങാക്കൊലയ്ക്കാണ് നിങ്ങൾ ഇന്ത്യ മുന്നണി എന്നും പറഞ്ഞ് കോൺഗ്രസിന്റെ തിണ്ണനിറങ്ങാൻ വരുന്നത്? നിങ്ങൾ കേരളത്തിൽ ഒരു വർത്തമാനം പറയും, കേരളത്തിന് പുറത്ത് രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെ പടം വെച്ചിട്ട് വേണം നിങ്ങൾക്ക് ഫ്ലെക്സും പോസ്റ്റർ അടിക്കാനായിട്ട്. നാണമാവില്ലേ പറയാൻ? കോൺഗ്രസിന് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ എന്തിനാ ഇതിന് ഈ പരിപാടിക്ക് നിൽക്കുന്നത്? ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, CPM-ൽ നിന്ന് BJP-യിലേക്ക് പോയ ലിസ്റ്റ് ഞാൻ വായിക്കണോ? CK പത്മനാഭൻ കഴിഞ്ഞ പ്രാവശ്യം BJPയുടെ പാർലമെന്റ് സ്ഥാനാർത്ഥിയായിരുന്നു, DYFI ഏരിയ സെക്രട്ടറി ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇടുക്കിയിൽ മത്സരിച്ച ബിജു കൃഷ്ണൻ SFIയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. TV ബാബു CPIയുടെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു. അബ്ദുള്ള കുട്ടി 3 വട്ടം നിങ്ങളുടെ അത്ഭുത കുട്ടിയായിട്ട് കണ്ണൂരത്തെ MP ആയിരുന്നു അല്ലേ? ശ്രീനഗരി രാജൻ എന്ന് പറഞ്ഞാൽ ഈ ഇടുക്കി ജില്ലയിൽ MM മണിയോട് 2 വോട്ടിന് മാത്രം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റയാളാ ഇന്ന് BJPയുടെ ദേശീയ കൗൺസിൽ അംഗം. അങ്ങനെ 100 കണക്കിന് ആളുകൾ. ഇപ്പോൾ വിശ്വനാഥ മേനോൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 87 നയനാർ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രി BJP സ്ഥാനാർത്ഥിയായിട്ട് എറണാകുളം പാർലമെന്റിൽ മത്സരിച്ചു. നിങ്ങൾക്ക് വല്ല ഓർമ്മക്കുറവിന്റെ രോഗം വല്ലതുണ്ടോ? ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ? അൽഫോൺസ് കണ്ണന്താനം പിണറായി വിജയന്റെ മാനസപുത്രനല്ലായിരുന്നോ? ഇന്ന് BJPയിലല്ലേ? നിങ്ങൾക്ക് എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? നിങ്ങൾ കോൺഗ്രസിനെ വിമർശിക്കാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങളുടെ ഭാഗം കൂടി ഒന്ന് നോക്കിയിട്ട് പോകണമെന്നല്ല. പിന്നെ നിങ്ങൾ ഏതെങ്കിലും MLA-മാർ പോയതായിട്ട് നിങ്ങൾക്ക് അറിയില്ല എന്ന്. ഗഗൻ മുർമു എന്ന് പറഞ്ഞ CPM-ന്റെ ബംഗാളിലെ MLA സ്ഥാനം രാജിവെക്കാതെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് MP ആയിട്ട് മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ അത് നിങ്ങളൊന്ന് പരിശോധിക്കണം. അശോക് ദിന്ദ, തപ്സി മണ്ഡൽ, സ്വദേശ് രഞ്ജൻ നായക്, ദീപാലി വിശ്വാസ്, നികുഞ്ച പൈക്, അങ്കഡ് ഭൗരി, ദേവേന്ദ്രനാഥ് റോയ്, ജ്യോതിർമയ് സിദ്കർ, വിശ്വജിത് ദത്ത, ജിതേന്ദ്ര സർക്കാർ, മനോരഞ്ജൻ ആചാരി, ഇങ്ങനെ 100 കണക്കിന് ആളുകളാണ് ബംഗാളിൽ പോയത്. വെറുതെ പാർട്ടി ഓഫീസല്ല, പാർട്ടിയിലെ MLA-മാരും ഏരിയ സെക്രട്ടറി സകലമാന ആളുകളും പോയി. മനസ്സിലായോ? ബാക്കിയുള്ള ആളുകൾ ഇപ്പൊ പോളിംഗ് ബൂത്തിൽ പോകുന്നത് കോൺഗ്രസിന്റെ മൂവർണ്ണക്കൊടിയും പിടിച്ചോണ്ടാ. നാണമാവില്ലേ കോൺഗ്രസിനെ വിമർശിക്കാൻ?
നിങ്ങൾ കോൺഗ്രസിനെ വിമർശിക്കുന്നു. പിന്നെ കോൺഗ്രസിന് എന്ത് വിശ്വാസ്യതയാണ് ഉള്ളതെന്ന്? കോൺഗ്രസിന് വിശ്വാസ്യത ഇല്ലെങ്കിൽ നിങ്ങൾ കേരളത്തിലെമ്പാടും എല്ലായിടത്തും പറയണം. നിങ്ങളുടെ സീതാറാം യെച്ചൂരി എന്ന് പറഞ്ഞ സെക്രട്ടറി ഉണ്ടല്ലോ, പാർട്ടി സെക്രട്ടറി, അദ്ദേഹത്തോടും പറയണം ഇന്ത്യ മുന്നണിയിൽ നിൽക്കണ്ട, നമുക്ക് പുറത്തു പോകാമെന്ന്. കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ലല്ലോ, നാണമാവില്ല ഇങ്ങനെ പറയാൻ. 10 വോട്ടിന് വേണ്ടിയിട്ട് അഭിപ്രായം മാറ്റി പറയാൻ പാടില്ല. പിന്നെ കോൺഗ്രസിൽ നിന്ന് പോകുന്നതിനെ കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടേണ്ട. നിങ്ങൾ BJPയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് പണി നിർത്ത്. നിങ്ങൾ നിങ്ങളുടെ വോട്ട് പിടിക്കും, BJPയുടെ വോട്ട് പിടിക്കട്ടെ, നമുക്ക് കാണാം ആരാ ജയിക്കുന്നതെന്ന്. മനസ്സിലായി? നിങ്ങളുടെ MP രാജേഷിന്റെ വടകരയിൽ പാലക്കാട് എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത്? റിക്രൂട്ട്മെന്റ് പണി അല്ല, CPMന്റെ റിക്രൂട്ട്മെന്റ് പണി എന്ന് പറഞ്ഞാൽ ഈ ബെഹ്റയെ പോലെയുള്ള ആളുകളല്ലേ ഇതിനോട് പാലം വലിക്കുന്നത് അല്ലേ? CPMൽ നിന്നല്ലേ വിശ്വനാഥ മേനോൻ പോയത്? CPM എപ്പോഴെങ്കിലും എതിർത്ത് സംസാരിച്ചിട്ടുണ്ടോ? ഈ അൽഫോൺസ് കണ്ണന്താനം കേന്ദ്രമന്ത്രി ആയതിനു ശേഷം BJPയിൽ നിലനിൽക്കുന്ന കാലത്തും ഈ പിണറായി വിജയനായിട്ടുള്ള ആത്മബന്ധം സ്വീകരിക്കുന്നു എന്നല്ലേ, നിലനിർന്നു പോകുന്നു അല്ലേ പറയുന്നത്? ഇപ്പോൾ കർണാടകയിൽ BJPയോടൊപ്പം നിൽക്കുന്ന ജനതാദള്, ദേവഗയുടെ ദള് കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിൽ മന്ത്രിസഭയിൽ അംഗമാണ്. ഈ അജിത് പവാർ എന്ന് പറഞ്ഞ BJPയോടൊപ്പം ഭരിക്കുന്ന മഹാരാഷ്ട്രയിൽ അജിത് പവാറിന്റെ പാർട്ടിയുടെ പേരും ചിഹ്നവും ഉപയോഗിക്കുന്ന NCP കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിലുണ്ട്. നിങ്ങൾക്ക് അവർക്ക് ഒന്നും ഒരു അഭിപ്രായം പറയാനില്ലേ? നിങ്ങൾ എന്ത് അഭിപ്രായം ഈ കോൺഗ്രസിനെതിരെ പറയുന്നത്? നിങ്ങളുടെ MP രാജേഷ് പറഞ്ഞിട്ടുണ്ടല്ലോ പട്ടാമ്പിയിൽ പാലക്കാട് ബൈ ഇലക്ഷൻ വരുമെന്ന്. അതിന്റെ അർത്ഥം എന്താ? വടകരയിൽ ഞങ്ങൾ ജയിക്കുമെന്നല്ലേ? നിങ്ങൾ പേടിച്ചിരിക്കുകയാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം കണ്ടപ്പോൾ നിങ്ങൾ പേടിച്ചു. നിങ്ങൾ 2 ആഴ്ച മുമ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. നിങ്ങളുടെ സ്ഥാനാർത്ഥികളെ നാട്ടിലാരും മൈൻഡ് ചെയ്തില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ വിരളി പൂണ്ടിട്ട് നിങ്ങൾ ആക്ഷേപം ഉന്നയിക്കില്ലേ? നാട്ടിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഈ തെരഞ്ഞെടുപ്പിന്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ പത്മജ വേണുഗോപാൽ പാർട്ടി മാറിയതോ അല്ലെങ്കിൽ SR രാജേന്ദ്രൻ CPM വിട്ട് BJPയിലേക്ക് ചേർന്നോ? ഇതൊന്നും അല്ല കേരളത്തിലെ ആളുകളുടെ ഇലക്ഷൻ സ്ട്രാറ്റജിയിൽ ഇലക്ഷനിൽ ആളുകൾ സംസാരിക്കുന്നത്. ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കേരളത്തിലെ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റാത്തത്രത്തോളം നികുതി ഭീകരതയും വിലക്കയറ്റവും കൊള്ളയും കെടുതിയും നടത്തുമ്പോൾ ഇത് ഞങ്ങൾ വിഷയമാക്കും. ഇതാണ് ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഊച്ചാളി നേതാക്കന്മാർ പാർട്ടി വിട്ടുപോകുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് നേരമില്ലെന്നേ. 10 വോട്ടിന് ജയിക്കാത്ത, പഞ്ചായത്ത് ഇലക്ഷൻ ഒരു മെമ്പർ പോലും ആകാത്ത നേതാക്കന്മാർ പാർട്ടി വിട്ടുപോകുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ആശങ്ക. ഞങ്ങൾക്ക് ഇതിനെ കുറിച്ചൊരു ആശങ്കയുമില്ല. കോൺഗ്രസിന് മുന്നോട്ട് നയിക്കാനുള്ളത് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു അധികാരം ഭരണം വരേണ്ടതിനെ പ്രയാസമില്ല. ജിൻഡോ പറയുന്നത് ഇപ്പോൾ ഈ ലെഗസിയൊക്കെ അവകാശപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്ത് നേടുവാനാണ്? കെ കരുണാകരന്റെ ലെഗസി ഞങ്ങൾക്കും ഉള്ളതാണ്, അത് പത്മജയിലൂടെ ഞങ്ങളിലേക്ക് വന്നു ചേരുന്നതിനേക്കാൾ ജനകീയ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. അല്ല, അത് അങ്ങയുടെ ഉപദേശമാണ്, ഞാനതിനെ മാനിക്കുന്നു. പക്ഷെ BJPക്ക് അതിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയ തന്ത്രം രൂപീകരിക്കാനുള്ള അവകാശമുണ്ടല്ലോ. കരുണാകരന്റെ ലെഗസി ഒന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. കെ കരുണാകരൻ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്നു. ഞങ്ങൾ പറയുന്നത് കെ കരുണാകരന്റെ ലെഗസിക്ക് പിന്നീട് കോൺഗ്രസിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതാണ്. നേരത്തെ ഒരാൾ സൂചിപ്പിച്ചതുപോലെ കെ കരുണാകരൻ കേരളത്തിലെ അവസാനത്തെ വിശ്വാസി ഹിന്ദു മുഖ്യമന്ത്രിയായിരുന്നു. അതായത് തന്റെ ഹിന്ദു സ്വത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന, ക്ഷേത്രത്തിൽ പോയിരുന്ന, ചന്ദനക്കുറി തൊടുന്ന, ഗുരുവായൂരപ്പ എന്ന് വിളിച്ചിരുന്ന കേരളത്തിലെ അവസാനത്തെ ഹിന്ദു മുഖ്യമന്ത്രിയാണ്. അതിനുശേഷം പിന്നീട് അങ്ങനെ ഒരു വിശ്വാസി മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല. പറയുന്ന EK നായനാരാണെങ്കിലും VS അച്യുതാനന്ദനാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും ഒന്നും ബിലീവിംഗ് ഹിന്ദുസ് ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ആൾക്കാരല്ലല്ലോ. ഈ കെ കരുണാകരന്റെ ലെഗസിക്ക് പിന്നീട് കോൺഗ്രസിനുള്ളിൽ എന്താണ് സംഭവിച്ചത് എന്നതൊരു കൗതുകകരമായിട്ടുള്ള നിരീക്ഷണമായിട്ട് നിങ്ങൾ നടത്തിക്കോളൂ. അതായത് അതിലൊരു ഫ്രാക്ഷന് കോൺഗ്രസിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നു. അപമാനിതരായി, ആലംബഹീനരായി, അശക്തരായി മടങ്ങി വരേണ്ടി വന്നു. പിന്നീട് അവർക്ക് കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കാൻ പോപ്പുലർ ഫ്രണ്ടിന്റെ വേദികളിൽ പോയി ഇരിക്കേണ്ടി വന്നു. അവർക്ക് വാര്യംകുന്നത്ത് കുഞ്ഞാമത് ഹാജിയെ പോലെയുള്ള മലബാറി ഹിന്ദു ജീനോസൈഡിലെ നേതാക്കളെ പുകഴ്ത്തേണ്ടി വന്നു. അവർക്കൊരു വിഭാഗത്തിന്റെ കൊള്ളൂത്തുകാരായി മാറേണ്ടി വന്നു. അവർ കോൺഗ്രസിനുള്ളിൽ ശക്തരായിരുന്നു. കരുണാകരന്റെ ലെഗസി അതേപോലെ നിലനിർത്തിയിട്ടുള്ള ആളുകൾക്ക് ആ പാർട്ടിക്കുള്ളിൽ ഞങ്ങൾക്ക് രക്ഷയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവസാനം പുറത്തേക്ക് വരേണ്ടി വന്നു. ഇദ്ദേഹം പത്മജയെ പറ്റി ഇപ്പൊ പറഞ്ഞത് 10 വോട്ട് സ്വന്തം മണ്ഡലത്തിൽ പോലും പിടിക്കാൻ കഴിയാത്ത ഊച്ചാളി നേതാവ് എന്നാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ വാദങ്ങൾ തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് കേവലം 940 വോട്ടിന് മാത്രം പരാജയപ്പെട്ട, അതായത് ജയത്തിന്റെ അടുത്ത് വരെ എത്തി ചെറിയ ഭൂരിപക്ഷത്തിൽ മാത്രം വിജയം നഷ്ടപ്പെട്ടിട്ടുള്ള വളരെ ശക്തയായിട്ടുള്ള സ്ഥാനാർത്ഥിയായിരുന്നു. കോൺഗ്രസിന്റെ സംഘടനാ മിഷണറി മുഴുവൻ നിങ്ങളാണ് പറഞ്ഞത് ഡെമ്മി സ്ഥാനാർത്ഥിയാക്കി. ഞാനല്ല പറഞ്ഞത്, കോൺഗ്രസ് ഡെമ്മി സ്ഥാനാർത്ഥിയല്ല, സ്വന്തം നിലയിൽ അവർ 10 വോട്ട് പിടിക്കണമായിരുന്നു. അങ്ങ് സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല. തിരിച്ചു ആ മര്യാദ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാനല്ല പറഞ്ഞത്. പത്മജ വേണുഗോപാൽ മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുള്ള അഭിമുഖത്തിലാണ്. അവർ BJPയിൽ വന്നതിന് ശേഷമല്ല, അവർ BJPയിൽ വരുന്നതിന് മാസങ്ങൾക്ക് മുൻപ് 24 ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ കൊടുത്തിട്ടുള്ള അഭിമുഖത്തിൽ അവർ പറയുന്നു പാർട്ടി തന്നെ നിർത്തി പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. അതിൽ കോൺഗ്രസിന്റെ തൃശ്ശൂരിലുള്ള മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ നേരിട്ട് പങ്കുവഹിച്ചിട്ടുണ്ട്. നേതാക്കളുടെ പേരെടുത്ത് കാണിച്ചുകൊണ്ട് ഞാൻ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകി. അവർക്കെതിരെ യാതൊരു നടപടി ഉണ്ടായില്ലെന്ന് മാത്രമല്ല അവരെ പിന്നീട്
പാർട്ടിയിലെയും പാർട്ടിയിലെ ഉയർന്ന പദവികളിൽ അവരോധിച്ചുകൊണ്ട് ഈ സമരാഗ്നിയുടെ നേതൃത്വത്തിലും ചുമതലയിലും വരെ കൊണ്ടുവന്നുകൊണ്ട് എന്നെ അപമാനിതയാക്കി. ശരി ശരി, ആ വിഷയത്തിന് മുമ്പ് താങ്കൾ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഈ കെ കരുണാകരൻ എന്ന് പറയുന്നത് വിശ്വാസിയായ ഒരു മുഖ്യമന്ത്രിയായിരുന്നുവെന്ന്. അപ്പോൾ ആ ഒരു വിശ്വാസിയുടെ ലെഗസി അതാണോ BJP അവകാശപ്പെടുന്നത്? അതാണോ ഈ പത്മജയെ സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇത് ജനറൽ ട്രെൻഡാണ് കാണിക്കുന്നത്. ഇപ്പൊ ഇവിടെ പറഞ്ഞു കോൺഗ്രസ്സുകാർ മുഴുവൻ BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇടതുപക്ഷത്തിൽ മാത്രമേ BJPയിൽ പോകില്ല എന്നുള്ള വിശ്വാസ്യതയുള്ളൂ എന്ന്. നോക്കൂ, കേരളത്തിൽ ആദ്യമായിട്ടൊരു മുൻ മന്ത്രി BJPയിലേക്ക് വന്നത് CPM-ൽ നിന്നാണ്, ആദ്യമായിട്ടൊരു മുൻ MP BJPയിലേക്ക് വന്നത് CPM-ൽ നിന്നാണ്, ആദ്യമായിട്ടൊരു മുൻ MLA BJPയിലേക്ക് വന്നത് CPM-ൽ നിന്നാണ്. വിശ്വനാഥ മേനോൻ ആയിക്കോട്ടെ, അൽഫോൻസ് കണ്ണന്താനം ആയിക്കോട്ടെ, AP അബ്ദുള്ളക്കുട്ടി ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുള്ള ആളുകളെല്ലാം BJPയിലേക്ക് വന്നത് ഇടതുപക്ഷത്തിൽ നിന്നാണ്. കോൺഗ്രസിൽ നിന്നും ധാരാളം ആളുകൾ വരുന്നുണ്ട്. അത് BJP ഒരു നാളെയുടെ സാധ്യതയുള്ള രാഷ്ട്രീയ പാർട്ടിയായി നിൽക്കുന്നതുകൊണ്ട് എല്ലാ ഭാഗത്തും ആളുകൾ വരുന്നുണ്ട്. ഇവർ പരസ്പരം ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കരുണാകരന്റെ കുടുംബാംഗം പോലും AK ആന്റണിയുടെ കുടുംബാംഗം പോലും നാളത്തെ സാധ്യതയായി BJPയെ കാണുന്നു എന്നാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അല്ലാണ്ട് AK ആന്റണിയെ ഞങ്ങളുടെ നേതാവായി ഉയർത്തി കാണിക്കാനോ കെ കരുണാകരനെ ഞങ്ങളുടെ നേതാവായി ഉയർത്തി കാണിക്കാനോ ഞങ്ങൾ ശ്രമിക്കുന്നില്ല. നേരെ തിരിച്ച് ലെഗസിയെ പറ്റി പറഞ്ഞാൽ, കരുണാകരന്റെ ലെഗസിയെ പറ്റി പറഞ്ഞാൽ അവിടെ ഞങ്ങൾ ഉന്നയിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള ചോദ്യം പത്മജ വേണുഗോപാലിനാണോ കെ മുരളീധരനാണോ കെ കരുണാകരന്റെ ലെഗസിയെ പറ്റി പറയാനുള്ള അധികാരം? കാരണം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കാം, 2009 NCPയിൽ നിന്ന് കെ കരുണാകരൻ തിരിച്ച് കോൺഗ്രസിലേക്ക് മടങ്ങി വന്നപ്പോ കെ കരുണാകരനെ ഒറ്റുകാരൻ എന്ന് വിളിച്ചിട്ടുള്ള ആളാണ് കെ മുരളീധരൻ. സ്വന്തം പിതാവായിട്ടുള്ള കെ കരുണാകരനെ ഞങ്ങളെ വഞ്ചിച്ചു, പിന്നിൽ നിന്ന് കുത്തി ഒറ്റുകാരനാണ് എന്ന് വിളിച്ച ആളാണ് അദ്ദേഹം. അന്ന് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന അഹമ്മദ് പട്ടേലിനെ അലുമിനിയം പട്ടേൽ എന്നും കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് ആയിരുന്ന സോണിയാഗാന്ധിയെ ബദാമ ഗാന്ധി എന്നാണ് വിളിച്ചിരുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ ആള് അവസാനം കരുണാകരന്റെ മരണത്തിന് ശേഷം 2011 കോൺഗ്രസിലേക്ക് വന്നു. കരുണാകരൻ മരിക്കുന്ന സമയത്തും കെ മുരളീധരൻ കോൺഗ്രസ്സുകാരനല്ല. കരുണാകരൻ മരിക്കുന്ന സമയത്തും കെ മുരളീധരൻ NCPയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് എന്നാൽ കോൺഗ്രസിനുള്ളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട് വരാന്തയിൽ നിൽക്കുന്ന ആളാണ് അദ്ദേഹം. കരുണാകരന്റെ മരണത്തിന് ശേഷം കോൺഗ്രസിൽ വന്ന് പിന്നീട് വട്ടിയൂർക്കാവിൽ MLA ആയപ്പോ ഇവര് പറയുന്നു അന്നത്തെ കാലത്തും കോൺഗ്രസിൽ കരുണാകരന്റെ അവസാന കാലത്ത് കോൺഗ്രസിൽ കരുണാകരനൊപ്പം നിന്നിട്ടുള്ള പത്മജ വേണുഗോപാലിനേക്കാൾ ലെഗസി കരുണാകരനെ ഒറ്റുകാരൻ എന്ന് വിളിച്ച, കരുണാകരനെ ആക്ഷേപിച്ച, കരുണാകരനെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുള്ള കെ മുരളീധരനാണ് എന്ന് ഇവർ പറയുമ്പോൾ ഇത് ജനങ്ങൾ പരിശോധിക്കട്ടെ. കെ കരുണാകരന്റെ ലെഗസിയെ കോൺഗ്രസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് ജനങ്ങൾ പരിശോധിക്കട്ടെ. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചോദിച്ചതും കൂടിയുണ്ട്. ശംഖു ആദ്യം പറഞ്ഞ കാര്യം, അതുപോലെ തന്നെ ശ്രീ അരുൺ ലക്ഷ്മൺ ഇവിടെ പറഞ്ഞ കാര്യം, കെ കരുണാകരൻ എന്ന് പറയുന്നയാൾ ലീഡർ ഒരു ഹൈന്ദവ വിശ്വാസിയായിരുന്നു, ഈ മുഖ്യമന്ത്രിമാരിൽ വിശ്വാസിയായ ഒരാളാണ്. ഇത് ശംഖു പറഞ്ഞ് ശ്രദ്ധിച്ചു കാണുമല്ലോ താങ്കൾ. ഞാൻ പറയുന്ന അവസാനത്തെ വിശ്വാസി ഹിന്ദു മുഖ്യമന്ത്രിയാണ്. 29 വർഷങ്ങൾക്കിടയിൽ പിന്നെ ആളുണ്ടായിട്ടില്ല. 1995 മാർച്ച് 16 രാജിവെക്കുന്നത്, അതിനുശേഷം ഉണ്ടായിട്ടില്ല. അല്ല, എനിക്ക് മനസ്സിലായിടത്തോളം കരുണാകരനെ കുറിച്ചിട്ടാണ് ഈ നിമിഷം വരെ BJP പ്രതിനിധി പുകഴ്ത്തി പറഞ്ഞത്. തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളും പറയാൻ പോകുന്നത് കെ കരുണാകരൻ അവസാന ശ്വാസം വലിക്കുമ്പോൾ ഏത് പാർട്ടിയിലായിരുന്നോ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലായിരുന്നു. കെ കരുണാകരൻ മരിച്ചപ്പോൾ ആ ശരീരത്തിൽ പതപ്പിച്ചത് ഏത് കൊടിയായിരുന്നു? മൂവർണ്ണ കൊടിയായിരുന്നു. ആ പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യണം. ഇപ്പൊ BJP പോലും അറിയാതെ കരുണാകരന്റെ പാർട്ടിക്ക് വേണ്ടിയിട്ട് വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് ഞങ്ങൾക്ക് അക്കാര്യത്തിൽ നന്ദിയുണ്ട്. നിങ്ങൾ കരുണാകരന്റെ സേവനങ്ങളെ കുറിച്ചിട്ട് നിങ്ങളുടെ തന്നെ നാവ് കൊണ്ട് വർഷങ്ങൾക്ക് ശേഷം വിളിച്ചു പറയുന്നുണ്ടല്ലോ. അപ്പൊ ഞങ്ങളുടെ പണി കുറച്ചുകൂടി എളുപ്പമാക്കി തരുന്നതിന് നിങ്ങളോട് നന്ദിയുണ്ട്. പിന്നെ അവസാനത്തെ ഹിന്ദു മുഖ്യമന്ത്രി എന്ന് കരുണാകരൻ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഹിന്ദു മുഖ്യമന്ത്രി മാത്രമായിരുന്നില്ല. കരുണാകരൻ ഒരു ക്രൈസ്തവ മുഖ്യമന്ത്രിയും കരുണാകരൻ ഒരു ഇസ്ലാം മുഖ്യമന്ത്രിയുമായിരുന്നു. കരുണാകരൻ കേരളത്തിലെ മുഴുവൻ മത വിഭാഗങ്ങൾക്കും ഇഷ്ടപ്പെട്ട ഒരു നേതാവായിരുന്നു. ഒരിക്കൽ പോലും സംഘപരിവാറിന്റെ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം പ്രയോഗിക്കാത്ത ഒരു നേതാവായിരുന്നു. കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു മുഖ്യമന്ത്രിയായിരുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോകുന്നതിന്റെ പേരിൽ മാത്രം സംഘപരിവാറിന് പ്രിയപ്പെട്ടവനാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങനെ എടുക്കല്ലേ. മനസ്സിലായില്ലേ? ഉമ്മൻചാണ്ടി ഒരു ഹിന്ദു മുഖ്യമന്ത്രി തന്നെയായിരുന്നു. എന്താ സംശയം? അദ്ദേഹം പുതുപ്പള്ളി പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകുന്നതിന്റെ പേരിൽ അദ്ദേഹം ഒരു ക്രൈസ്തവ മുഖ്യമന്ത്രി മാത്രമായിരുന്നില്ല. ഈ കേരളത്തിലെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും ഒക്കെ വേണ്ടപ്പെട്ട ആളായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി. അതുകൊണ്ടാണ് ആ മനുഷ്യൻ മരിച്ചപ്പോൾ അവിടെ ജാതിയും മതവും നോക്കിയല്ലോ ആളുകൾ കാണാൻ പോയത്. കരുണാകരനെ കാണാൻ പോയത് അങ്ങനെയല്ലല്ലോ. അപ്പൊ നിങ്ങൾ ഒരു മുഖ്യമന്ത്രിയെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ ബോധ്യത്തിനപ്പുറം അദ്ദേഹത്തിന്റെ ജാതിയിലേക്ക് മതത്തിലേക്ക് താഴ്ത്തി കെട്ടാൻ നോക്കല്ലേ. BJPയുടെ രാഷ്ട്രീയം ഇതാണ്, സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയമാണ്. ഇതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ശരി ശരി നിതിൻ, BJPയുടെ ഈ നീക്കമുണ്ടല്ലോ, കെ കരുണാകരന്റെ ലെഗസി സ്വന്തമാക്കുവാനുള്ള പത്മജ വേണുഗോപാലിനോടൊപ്പം, അത് നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? BJPയുടെ ഈ നീക്കത്തെ അതിൽ നിങ്ങൾ ആരുടെ പക്ഷത്താണ്? അല്ല,
അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ചർച്ചയിൽ കോൺഗ്രസിന്റെ പ്രതിനിധി നേരത്തെ ഞാൻ പറഞ്ഞ വാദങ്ങളോട് പ്രതികരിച്ചിരുന്ന രീതി കണ്ടിരുന്ന ആളുകൾക്ക്, പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും എന്ന് തോന്നുന്നു. നിങ്ങൾ നോക്കൂ, കോൺഗ്രസിന്റെ പ്രതിനിധി BJPയുടെ വക്താവിന്റെ വാദമുഖങ്ങൾക്ക് മറുപടി പറയുന്നത് പോലെയല്ല CPMന്റെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന ഞാൻ പറയുന്ന കാര്യങ്ങളോട് പ്രതികരിക്കുന്നത്. എത്രത്തോളം ശത്രുതാപരമായി അല്ലെങ്കിൽ ശക്തമായിട്ടാണ് എതിർക്കുന്നത്. ശങ്കുട്ടി ദേവന്റെ വാദമുഖങ്ങൾ അങ്ങനെ എതിർക്കാൻ ജിൻഡോയ്ക്ക് കഴിയാത്ത എന്തുകൊണ്ടാ? കോൺഗ്രസിന് ആ രാഷ്ട്രീയമില്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ കേരളത്തിൽ പാർട്ടി മാറിയിട്ടുള്ള ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. അബ്ദുള്ളക്കുട്ടി CPM ആയിരുന്നു, MP ആയിരുന്നു, ഒരു ഘട്ടത്തിൽ കോൺഗ്രസിലേക്ക് പോയി, കോൺഗ്രസിന്റെ ചുണ്ടയിൽ കൊത്തി, പിന്നെ കോൺഗ്രസിൽ നിന്ന് കിട്ടില്ല എന്ന് വന്നപ്പോൾ BJPയിലേക്ക് പോയിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിനെയൊന്നും നിഷേധിക്കുന്നില്ല. ഇവിടെ KV തോമസ് മാഷ് ഏറെക്കാലത്തെ കോൺഗ്രസിന്റെ ബന്ധം അവസാനിപ്പിച്ച് ഇടതുപക്ഷത്തോട് ചേർന്ന ഘട്ടത്തിൽ ആ തോമസ് മാഷിന് തിരുത തോമാന്ന് വിളിച്ചു. എറണാകുളത്ത് പ്രകടനം നടത്തി. തോമസ് മാഷിനെതിരായിട്ട് ചെരുപ്പുമാല അണിയിപ്പിച്ചു. തോമസ് മാഷ വീട്ടിലേക്ക് കല്ലേറുണ്ടായി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ. എന്തേ BJPയിലേക്ക് പോയ നേതാക്കളുടെ വീട്ടിലേക്ക് ഇതൊന്നും ജിൻഡോ ജോണിന്റെ പാർട്ടി ചെയ്യാത്തത്? എന്തേ പത്മജയ്ക്കെതിരായിട്ട് ഒരു പ്രകടനം നടക്കാത്തത്? പത്മജയൊക്കെ ഇവിടെ പറഞ്ഞത് 10 കാശിന് വിലയില്ലാത്ത എങ്ങനെ പറയാൻ തോന്നുന്നത്? നിങ്ങളുടെ പാർട്ടിയുടെ ജിൻഡോ ജോൺ ഇരിക്കുന്ന സ്ഥാനത്തേക്കാൾ എത്രയോ വലിയ സ്ഥാനത്ത് KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ്. ഭരണമുള്ള സമയത്ത് KTDCയുടെ ചെയർമാൻ പദവിയിലിരുന്ന ആളാണ്. ആ പത്മജ വേണുഗോപാലിനെ കുറിച്ചാണ് ജിൻഡോ ജോൺ പറയുന്നത് എടുക്കാ ചരക്കാണ്, പോകണമെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന്. പിന്നെ BJPയുടെ പ്രതിനിധി എത്ര സമർത്ഥമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് ആ വർഗീയത തികട്ടി പുറത്തേക്ക് വന്നത്. ഇതാണ് BJPയുടെ പ്രശ്നം. BJP വർഗീയമായിട്ടാണ് എല്ലാ കാര്യങ്ങളെയും, കരുണാകരനെ പോലെ കേരളത്തിലുണ്ടായിരുന്ന ഒരു നേതാവിനെയും ശങ്കുട്ടി ദാസും BJPയും RSSും കാണുന്നത് എങ്ങനെയാണ് എന്ന് ജിൻഡോ മനസ്സിലായിക്കൊള്ളണം. ജിൻഡോയും ജിൻഡോയുടെ പാർട്ടിയും എത്തിപ്പെട്ടിട്ടുള്ള മതനിരപേക്ഷമായി നിൽക്കേണ്ടുന്ന ഒരു പാർട്ടി എത്തിപ്പെട്ടിട്ടുള്ള കുഴപ്പം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ ജനം തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളിപ്പോ പറഞ്ഞല്ലോ എങ്ങനെ ജനം നിങ്ങൾക്ക് വോട്ട് ചെയ്യും. മുരളീധരൻ തൃശ്ശൂരിലേക്ക് വന്നത് സുരേഷ് ഗോപിക്ക് വോട്ട് കൂടുതൽ ഉണ്ടാക്കി കൊടുക്കാനാണ് എന്നാണ് ഞാൻ കരുതുന്നത്. മുരളീധരൻ എപ്പോ വേണമെങ്കിലും BJPയിലേക്ക് പോകാൻ, ഇപ്പൊ മുരളീധരനൊക്കെ ഇപ്പോ ബെഹ്റയ്ക്ക് വേണ്ടിയൊക്കെ പറഞ്ഞ വാക്കുകൾ ന്യൂസ് 8 ഇപ്പോ ചർച്ചയുടെ എന്താ പറയാ അതിന്റെ ഹെഡായിട്ട് വെച്ചു. മുരളീധരനൊക്കെ ഈ കേരളത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും മുഖവിലേക്കെടുത്തിട്ടുണ്ടോ? ഇപ്പൊ ശങ്കുട്ടി ദാസ് അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞല്ലോ. മുരളീധരൻ കേരള രാഷ്ട്രീയത്തിൽ പറഞ്ഞിട്ടുള്ള ആളുകളെ വിശേഷിപ്പിച്ചിട്ടുള്ളത് മുരളീധരന്റെ രീതി ഒക്കെ പറഞ്ഞല്ലോ. മുരളീധരൻ ഏറ്റവും അടുത്ത് BJPയിലേക്ക് പോകുന്ന കോൺഗ്രസിന്റെ നേതാവാണ്. അതുപോലെയുള്ള നേതാക്കൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ഞങ്ങളുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ എതിർചേരിയിൽ നിൽക്കാൻ ഇന്ത്യ മുന്നണിയെ രൂപപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ജിൻഡോ ജോൺ എന്താ കരുതിയത്? ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് രൂപീകരിച്ച മുന്നണിതാ. ജിൻഡോ ജോൺ അത് കാര്യങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ്. ജിൻഡോ ജോൺ മനസ്സിലാക്കുന്നത് പോലെ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മുന്നണിയല്ല. ഇന്ത്യയിലെ BJP ഇതര രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് BJPയെ പാർട്ടി വോട്ടുകൾ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമില്ലേ, ഈ പാർട്ടിയിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോകുന്ന ആളുകളെ കുറിച്ചിട്ട് CPMന്റെ നേതാക്കന്മാർ പ്രഖ്യാപിക്കുകയാണ്, ഇന്ന ആളുകൾ പോകും, ഇന്ന ആളുകൾ പോകുന്നു. അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. ഇവരാണ് BJPയിലേക്ക് പോകാനുള്ള പാലം ഉണ്ടാക്കുന്നതെന്ന് ഞങ്ങൾ പറയുന്നതിന് കാരണം അതാ. തൃശ്ശൂർ മുരളീധരൻ മത്സരിക്കുന്നത് BJPക്ക് വേണ്ടിയിട്ടാണെന്ന്. നേമത്ത് മുരളീധരൻ മത്സരിച്ചതിന്റെ ഗുണം ആർക്കുണ്ടായേ? വട്ടിയൂർക്കാവില് മുരളീധരൻ മത്സരിച്ചതിന്റെ ഗുണം എങ്ങനെയാ ഉണ്ടായേ? BJPയുടെ സ്ഥാനാർത്ഥികളാണ് തോറ്റുപോയത് 2 സ്ഥലത്തും. നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ എങ്ങനെ ജയിച്ചത്? നേമത്ത് മുരളീധരൻ മത്സരിച്ചത് കൊണ്ട്. അതിനു മുമ്പ് നിങ്ങളുടെ സ്ഥാനാർത്ഥി തോറ്റപ്പോൾ എന്താ പറഞ്ഞ്? രാജഗോപാൽ ജയിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞ എന്താ? കോൺഗ്രസ് സ്ട്രോങ് ആയിട്ടുള്ള സ്ഥാനാർത്ഥിയെ നിർത്താത്തത് കൊണ്ടാണ്, UDF താരതമ്യേന മോശം സ്ഥാനാർത്ഥി നിർത്തിയത് കൊണ്ടാണെന്ന്. മുരളീധരൻ മത്സരിച്ചതിന്റെ മാത്രം ബലത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന ആളാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി. നാണമില്ലേ CPMന്റെ പ്രതിനിധിക്ക് ഇത് പറയാനായിട്ട്? പിന്നെ നിങ്ങൾ തിരുത തോമ എന്നും രാജ്യത്തിന്റെ ചാരൻ എന്നൊക്കെ തോമസ് മാഷിനെ വിളിച്ചിട്ടുള്ളത് നിങ്ങളുടെ നേതാക്കന്മാരാ. നിങ്ങൾ ആദ്യം ഒന്ന് തിരുത്തിയിട്ട് കോൺഗ്രസിനെ തിരുത്താൻ പാ. പിന്നെ വിശ്വനാഥ മേനോൻ പോയതിനെ കുറിച്ച് താങ്കൾ പറഞ്ഞില്ല. നിങ്ങളുടെ ധനകാര്യമന്ത്രിയായിരുന്നു. പത്മജ വേണുഗോപാൽ ഒരു KTDC ചെയർപേഴ്സൺ മാത്രമായിരുന്നു. നിങ്ങളുടെ EK നായനാർ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിയായിരുന്നു വിശ്വനാഥ മേനോൻ. അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയുന്നത് നല്ലതാ. മക്കൾ രാഷ്ട്രീയത്തെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ള? സുശീല ഗോപാലൻ എന്ത് രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ പേരില MP ആയത്? AK ഗോപാലന്റെ ഭാര്യ ആയത് മാത്രം. P കരുണാകരൻ
എങ്ങനെ വീണ്ടും MP ആയത്? മരുമകനായതിന്റെ പേരിൽ മാത്രം. EMS നമ്പൂതിരിപ്പാടിന്റെ മകന് സീറ്റ് കൊടുത്ത എന്തിന്റെ പേരില? മകനായതിന്റെ പേരിൽ മാത്രം. ഈ R ബിന്ദു എന്ന് പറഞ്ഞ വിജയരാഘവന്റെ ഭാര്യയ്ക്ക് എങ്ങനെ സീറ്റ് കൊടുത്തത്, മന്ത്രിയാക്കിയത്? അത് വിജയരാഘവന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രം. ഇപ്പൊ വിജയരാഘവനെ കൂടി നിങ്ങൾ മത്സരിപ്പിക്കുന്നു. നിങ്ങൾ മക്കൾ രാഷ്ട്രീയത്തിനെതിരെയും കുടുംബ രാഷ്ട്രീയത്തിനെതിരെയൊക്കെ സംസാരിക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ പാർട്ടി ഓഫീസിലേക്ക് തിരിഞ്ഞിട്ട് ആ ചോദ്യങ്ങൾ ഉന്നയിക്കണം. കേട്ടോ? ശ്രീ നിതിൻ കണിച്ചേരി, ശ്രീ ശങ്കുറ്റി ദാസ്, ശ്രീ അരുൺ ലക്ഷ്മൺ പയൻ ഡിബേറ്റിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ പയൻ ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: പത്മജയെ BJP ആക്കിയതിന് പിന്നിൽ ലോക്നാഥ് ബെഹ്റയോ? അതെ എന്ന് 65% പ്രേക്ഷകർ, അല്ല എന്ന് 26%, നിഷ്പക്ഷം 9%. പയൻ ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.